ഹലോ സാറേ, ആരതി ജ്വല്ലറി കൊള്ളയടിച്ചവന്മാരെ കണ്ടുപിടിച്ചോ സാറേ? ഇതാ വരുന്നു. Make way for the mega cop now. Abu Bangada. Make way for the mega cop now. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ലക്ഷ്മി ദേവിയെ തേടി ലക്ഷ്മി ദേവി കറക്റ്റായി വരുമെന്ന്. നമസ്കാരമുണ്ട് സാറേ. നിങ്ങൾ എന്തിനാ സൈലന്റ് ആയിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾക്കുള്ള പങ്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സാറേ. ഇതിനകത്ത് സ്പെഷ്യൽ ഓർണമെന്റ്സ് എല്ലാം ഉണ്ട്. വിത്ത് താലിമാല ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. അപ്പോഴേ പറഞ്ഞില്ലേ മനുഷ്യനായ ആർക്കാ പൈസക്ക് ആവശ്യമില്ലാത്ത. ഗിരി സർ. ഒന്ന് നോക്കി. വാ വന്ന് ഇതൊക്കെ പിടിച്ചാട്ടെ. താൻ ആദ്യം ഈ സാധനം ഒന്ന് പിടിക്ക്. മര്യാദയ്ക്കാ സംസാരിച്ച്. എത്ര വലിയ ഓഫറാ തന്നെ. അതൊന്നും കാണാതെ പോലീസ് ബുദ്ധി കാണിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ക്രിമിനൽ ബുദ്ധി കാണിക്കില്ലേ? നീ എന്തിനാ കിടന്നു വെപ്രാളപ്പെടുന്നത്? ജലദോഷം കൊണ്ടാ തുമ്മുന്നത്. എത്ര വലിയ കള്ളന്മാരാണെങ്കിലും അവര് മനുഷ്യരല്ല. അവർക്കും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ സാറേ? സ്വാമിജി, 3 കള്ളന്മാരെ ഞാൻ വെള്ളം കൊണ്ട് അടിച്ചു. അവര് തീരെ അവശ്യ നിലയിൽ കിടക്കുക. എത്ര പണം ചെലവായാലും കുഴപ്പമില്ല. അവരുടെ പേരിൽ പൂജയും ഹോമവും ഒക്കെ കഴിക്കണം. ആ കള്ളന്മാരുടെ മുഖത്ത് വീണ്ടും എനിക്ക് സന്തോഷം കാണണം. കൃഷ്ണ, നിനക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ എന്തിനാ അവരടിച്ചത്? അടിച്ചില്ലെങ്കിൽ അവന്മാർ നന്നാവില്ല. അടിച്ചു കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ സ്പോയിലാവും. അതാ രണ്ടിനും പ്രശ്നമില്ലാതെ ഞാൻ വെള്ളം കൊണ്ട് അടിച്ചത്. എന്നാലും എന്റെ മനസ്സ് കേൾക്കുന്നില്ല ഡോക്ടറെ. ആരാ സാറേ അയാള്? നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാണല്ലോ. അതിലെന്താ സാറേ ഇത്ര സംശയം? നല്ല മനസ്സുള്ളൊരു പോലീസുകാരനാ. ആരെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ട അപ്പൊ വരും സാറിന്റെ കണ്ണീന്ന് കണ്ണീര്. മദർ തെരേസയും അബ്ദുൽ കലാമിനെയൊക്കെ അറിയില്ലേ? ആ മനസ്സാണ് ഞങ്ങളുടെ ACP കൃഷ്ണൻ സാറിന്. വളരെ ശരിയാ പറഞ്ഞത്. കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി ദൈവം നമുക്കെന്ന മനുഷ്യനാണ് അദ്ദേഹം. അതെ സാർ. ഒരു കാര്യം പറയാം, നീ വെറുതെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. ഇതിപ്പോ ഞാനായതുകൊണ്ട് നിന്നോട് ഇത്ര മയത്തിൽ സംസാരിക്കുന്നത്. ഈ സ്ഥാനത്തിന്റെ ചേട്ടനായിരുന്നെങ്കിലും നിന്നെ വെട്ടി നുറുക്കിയേനെ. മര്യാദയ്ക്ക് നിന്റെ അച്ഛനെവിടെയാന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല, എന്നെ വിട്ടേക്കൂ പ്ലീസ്. അങ്ങനെ വിടണമെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛന് ജീവനോടെ ഞാൻ കിട്ടണം. അല്ലെങ്കിൽ അയാൾ ചത്തു എന്നുള്ള കാര്യമെങ്കിലും ഞാൻ ഉറപ്പാകണം. നിനക്ക് 2 ദിവസം സമയം തരാം. അതിനുള്ളിൽ നിന്റെ അച്ഛൻ എവിടെയാണെന്നുള്ള സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. അത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ അനിയത്തി ഉണ്ടല്ലോ, അവള് കല്യാണത്തിന് മുമ്പേ പ്രസവിക്കും. മോളെ സിന്ധു,
ഇവൻ മലേഷ്യയുടെ അനിയനല്ലേ? ഇവൻ ആളത്ര ശരിയല്ല. അവൻ നിന്നോടെന്തോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, പറഞ്ഞുകൂടായിരുന്നു? എങ്ങനെ പറയും ചിറ്റപ്പ? അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ച് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുക. അച്ഛൻ എവിടെയാണെന്ന് പറഞ്ഞ അച്ഛനെ അയാൾ കൊല്ലും ചിറ്റപ്പ. ഞാൻ പറയില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ കുടുംബം മൊത്തം തകർക്കുമെന്ന് പറഞ്ഞു. ചത്തുപോയാലോ എന്ന് വിചാരിക്കുക. ഈ കാര്യം ബാബുജിയോട് പറഞ്ഞ ബാക്കിയൊക്കെ അവൻ നോക്കുമല്ലോ മോളെ. അവനാണെങ്കിൽ വലിയ പ്രോബ്ലം. അവൻ എന്നെയാണ് വേണ്ടത്. എന്റെ പ്രശ്നം കാര്യാക്കില്ല. മോള് വിഷമിക്കാതിരിക്കെ, നിനക്കും ഒരു നല്ല കാലം വരും. എന്റെ ആ വിശ്വാസം എല്ലാം പോയി. ഒരു വശത്ത് എന്റെ അനിയത്തിക്ക് ഫീസ് അടയ്ക്കണം, മറുവശത്ത് ബാങ്ക് ലോണും കടവും അടയ്ക്കണം. എല്ലാം കൂടി ഒരേ സമയത്ത് ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും ചിറ്റപ്പ? ഇതാ മോളെ നീ ചോദിച്ച പണം. ഇനി വേറെ വഴിയില്ല. ഒരു മാസത്തേക്ക് ലീവ് എടുത്താലെന്ന് വിചാരിക്കുന്നു. പാവം, അവളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഒരു വർഷം ലീവ് എടുത്താലെന്ന് ആലോചിക്കാം. അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ ഒരു വിശാല മനസ്കൻ തന്നെയാടാ. അടുത്തുള്ളവന്റെ വിഷമം കണ്ട് സങ്കടപ്പെടുന്ന നിന്നെ പോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ലടാ. അതിനെന്താ ഇപ്പൊ എന്നെ കണ്ടില്ലേ? കിഷോർ, നാളെ മുതൽ പിന്നെ റെഗുലർ ആയിട്ട് എവിടെയെല്ലാം പോകുന്നത് കറക്റ്റ് ആയിട്ട് അറിയണം. അപ്പൊ ഞാൻ ഫോളോ ചെയ്തോളാം. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ എന്നെ ഫോളോ ചെയ്തോ. എന്തിനാ സാർ ഇത്രയും ഫീലിങ്സ്? നമ്മളിവിടെ പെണ്ണ് കാണാൻ വന്നല്ല, നോട്ടം കണ്ടപ്പോ തന്നെ കല്യാണം കഴിക്കുന്ന തോന്നുന്നേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും സാറേ. സാറിന്റെ മനസ്സിൽ വീണ വായിക്കാൻ തുടങ്ങിയെന്ന് അത് തോന്നുന്നു. വീണയല്ലടാ, അമ്പലത്തിലെ മണിയാ. അത് വീണ തന്നെയാടാ. നീ എന്താടാ കാണിക്കുന്നത്? നീ മേലെ ഇങ്ങോട്ട് വരുവാടാ. എത്ര പ്രാവശ്യം പറയുന്നത് പ്രസവം എടുക്കണല്ലോ, വീണ്ടും വീണ്ടും വന്നെടുക്കുന്നു. ഒരു കൊച്ചുകുട്ടിയാന്ന് പോലും നോക്കാതെ എന്തിനടി അടിക്കുന്നേ? ഇവനാണോ കൊച്ചുകുട്ടി? ഈ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇവനാണെന്നോ ഇവൻ വിചാരിച്ചേക്കുന്നത്? ആദ്യം 2 തവണ എടുത്തോണ്ട് പോയി, ഇപ്പൊ 3ാമത്തെ തവണ വന്നിരിക്കുക. അതുകൊണ്ടാണ് 2 ഞാൻ കൊടുത്തത്. തെറ്റാടാ കുട്ടാ. പ്രസാദം ഒരു പ്രാവശ്യമേ വാങ്ങാവൂ. എനിക്കല്ല ചേച്ചി, എന്റെ അമ്മയ്ക്കും എന്റെ അനിയത്തിക്കുമാ. എന്താടാ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ സ്പെഷ്യലായിട്ട് പ്രസവം ഉണ്ടാക്കണോ? നിന്നെ പോലുള്ള ആൾക്കാരെ അമ്പലത്തിനകത്ത് കയറ്റാൻ പാടില്ലാത്തയാ. വിവരല്ലേ നിങ്ങൾക്ക്? നെറ്റിയില് സിന്ദൂരം തൊട്ട് 10 പ്രാവശ്യം അമ്പലത്തിൽ വന്ന് തൊഴുതാലൊന്നും പുണ്യം കിട്ടില്ല, അറിയോ? വിശക്കുന്നവർക്ക് ഒരു പിടി ചോറ് കൊടുക്കാൻ നല്ല മനസ്സാണ് വേണ്ടത്. ഒരു സഹായം ചെയ്യുവാണെങ്കിൽ നല്ല മനസ്സോടെയാണ് ചെയ്യേണ്ടത്. ഈ പ്രസാദം വയറ് നിറഞ്ഞിരിക്കുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് സാധാരണ ആയിരിക്കാം. എന്നാൽ ഈ പാവങ്ങൾക്ക് അവരുടെ വിശപ്പ് മാറ്റുന്ന അമൃതമാണ്. മനുഷ്യനായി ജനിച്ച കുറച്ചെങ്കിലും കരുണ കാണിക്കാൻ മനസ്സുണ്ടാവണം. മനുഷ്യരുടെ വിഷമങ്ങൾ കാണാനുള്ള അവളുടെ നല്ല മനസ്സുണ്ടല്ലോ. ശരിയാ സാറ് പറഞ്ഞത്. സെയിം സാറിന്റെ ക്യാരക്ടറാ. സത്യത്തിൽ ആ സ്ഥലത്ത് സാറായിരുന്നു വേണ്ടത്. സാറിന് പകരം ചേച്ചി അതിപ്പോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് ഇങ്ങനൊരു പെണ്ണിനെ. അവളെ കാണുന്നതിൽ മാത്രമല്ല, അവളുടെ മനസ്സിനുണ്ട് സൗന്ദര്യം. ഇതുപോലൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഇപ്പൊ അതിനുള്ള സമയമായി. മനസ്സിന് മനസ്സ്, അലിവിന് അലിവും. ഏജിന് ഏജും. ഇനി എന്താ നോക്കുന്നത്? സോങ്ങിലേക്ക് പോയിക്കോ. സാറേ, മേഡം പോയി. ഇനി സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വാ. സാറേ, ഐ ഹാവ് ടു ടെൽ യു സംതിങ്. ആ പെണ്ണിന് പോലീസിന് പറഞ്ഞാലേ ഇഷ്ടമല്ലാത്രേ. കാക്കി ഡ്രസ് കണ്ടാൽ തന്നെ മുഖം തിരിക്കുമെന്ന്. ആ പെണ്ണ് സ്വന്തമായിട്ടൊരു മെസ്സ് നടത്തിക്കൊണ്ടിരിക്കുക. ഫാമിലി ഫംഗ്ഷൻ വരെ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട്. സാറിന് കാണാൻ വേണ്ടി ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടോക്ക്. എന്നാ പെട്ടെന്ന് കാണിക്കേ. അല്ല, അബദ്ധം വല്ലതും പറ്റിയോ? എന്റെ ഡയറക്ഷൻ ഇഷ്ടമായില്ലേ? സാറേ, കുഴപ്പമുണ്ടെങ്കിൽ CG-യിൽ ശരിയാക്കാം. നീ എന്താടാ ഈ പറയുന്നേ? അവളെ മനസ്സിൽ ദേവിയെ പോലെ കൊണ്ടു കിടക്കണം ഞാൻ.
രവിവർമ്മയുടെ ചിത്രം പോലെ മനോഹരമായ മുഖത്തെ ഇങ്ങനെ പുക ഒളിച്ച് കരിച്ചു കളയുന്ന കണ്ടില്ലടാ. നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ ദേവിയെ പോലെ ഉണ്ടാവും. പക്ഷെ വീട്ടിലിരിക്കുന്ന സമയത്ത് തലയിലൊക്കെ എണ്ണ തേച്ച് ലൂസുള്ള നൈറ്റിയൊക്കെ ഇട്ടിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്താണെങ്കിലോ പാത പകുതി ദേഹത്തും പോയി കാണാൻ ഒരു രസം ഉണ്ടാവില്ല സാറേ. ഒന്നും മിണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര ചെറുപ്പത്തിൽ അവളെന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്നാ. ഇതൊന്നും എനിക്ക് കാണാൻ വയ്യടാ. എന്തു വേണേലും വരട്ടെ, അവളെ വൈഫാക്കി ലൈഫ് കൊടുക്കാൻ പോടാ. ഹലോ സാറേ, ആ ഡ്യൂട്ടി അവളുടെ പുറച്ചിറക്കം നോക്കുന്നുണ്ട്. അവരുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാ. പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ സാറേ, അത് ക്ലോസ് ആയ ഫയലാ. എന്തു വന്നാലും എന്റെ ദേവിയെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. അയാളുടെ പേരെന്താ? ചാലക്കുടി ചന്ത ബാബുജി. എവിടെയുണ്ട് ഇപ്പോ? മനുഷ്യ, നിങ്ങൾ അത് വെച്ച് ഞെക്കി അമർത്തി എന്താ കാണിക്കുന്നേ? മോളെ, നീ എന്തായി പറയുന്നേ? ഇത് നമുക്ക് ചോറ് തരുന്ന ഓറഞ്ചല്ലേ? ഇത് കശക്കട്ടെ ഞെക്കട്ടെ അമർത്തട്ടെ എന്നൊന്നും പറയരുത്. ഇതിന്റെ ഉള്ളിൽ അല്ലിയുണ്ട്. തൊട്ട് നമസ്കരിച്ച് തൊട്ട് തൊഴ്. നമുക്ക് തെറ്റിപ്പോയടാ. തെറ്റ് പറ്റിപ്പോയി സാറേ. ആ കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ സാറ് തന്നെ കല്യാണം കഴിക്കണം. ശരി, നമ്മുടെ ആളെത്തിയോ? ആ വന്നു സാറേ. ഓക്കെ, വരാൻ പറയേ. അല്ല ഏട്ടാ, ഇത് അരക്കില എത്രയാ? ഇത് ഹോൾസെയിൽ കടയാ മോനെ. ഇവിടെ അരയും കാലും ഒന്നരയൊന്നും കിട്ടൂല. എന്നാ പിന്നെ ലോറിക്ക് എത്രയാന്ന് പറ. കാണാനൊരു NRIയുടെ ലുക്ക് ഉണ്ടല്ലോ. ഫ്രൂട്ട്സ് വിൽപ്പനയിൽ അഗ്രഗണ്യനാ ഞാൻ. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഹോൾസെയിൽ ബിസിനസ് ആണിത്. ചെക്ക് ചെയ്യടോ. സാർ എന്തുവായി നോക്കുന്നേ? വലിയ സൈസ് വേണോ? സാർ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. സാർ ഒരു കെട്ട് 10 നോട്ട്. 10 രൂപ കേട്ടോ. സാർ അടിച്ചിട്ട് ഒരുപാട് നേരമായിട്ടില്ല. സ്മെല്ല് പോലും പോയിട്ടില്ല. എന്താ 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 പ്രിന്റിങ് പെയിന്റിങ് എന്താ സാർ ഇതൊക്കെ? താൻ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതാ ചെക്ക് ചെയ്തത്. താൻ കുടുങ്ങി. വണ്ടി കയറ്. സാറേ സാറേ സാറ്, ഈ വിരലിൽ ഒപ്പിടാൻ മഷി മുക്കുമ്പോഴേ ഇത് എങ്ങനെ കിടന്ന് വിറയ്ക്കും. അങ്ങനെയുള്ള ഞാനാണ് സാറേ കള്ളനോട്ട് അടിക്കുന്നത്. ഈ നോട്ട് കെട്ടി പിന്നെ ആരടിച്ചതാ? സാറേ, നിങ്ങൾ എന്ത് വിഡിത്തോയി പറയുന്നേ? സാറേ, അടിക്കുമ്പോ 5ഉം 10ഉം ആണോ അടിക്കുന്നത്? 1000 500 ഇത് ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കൂലേ? 1000ന്റെ നോട്ട് നിർത്തിയാൽ നീ അടിക്കുമല്ലോ. അത്രക്ക് ധൈര്യം നിനക്ക്. മിഷൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. സാർ സാർ, ഇത് കള്ളനോട്ട് മെഷീനാണ് സാർ. സാർ, ആ സൈഡിൽ വെള്ള പേപ്പർ വെച്ചാൽ ഈ സൈഡിലുള്ള കള്ളനോട്ട് വരുന്നത്. പോലീസിലെടുത്തത് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടില്ല. ഇത് കള്ളനോട്ട് അടിക്കുന്ന മെഷീനൊന്നും അല്ല. അത് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനാ. ഇപ്പുറത്ത് കരിമ്പ് വെച്ചാൽ അപ്പുറത്ത് ജ്യൂസ് വരും, അല്ലാതെ കാശ് വരൂല. സാറേ, അവന് വലിയ വിവരമില്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്നെക്കാളും പൊട്ടനാന്നോ തോന്നുന്നു. ഹലോ, ആരെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്? ഇയാളെ കണ്ട അത്രക്കാരനാണെന്ന് തോന്നുന്നു. അതെ സാറേ, ഒരു കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. റേപ്പ് കേസാണെങ്കിലും ഓക്കെ. ഒരു ചെറിയ കള്ളനോട്ട് കേസിൽ എങ്ങനെ സംശയിക്കാം? പറഞ്ഞ് കുഴപ്പമാക്കല്ലേ. ഇനി പീഡന കേസിൽ എനിക്ക് അകത്തു പോകാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ മീറ്റ് പറ്റുമെന്ന് പറഞ്ഞു. നിനക്ക് അത്രക്ക് അഹങ്കാരം? ഇവൻ അകത്തിട്ട് 2 കുത്തുകുത്തിയാ ഉള്ള സത്യം മൊത്തം പുറത്തു വരും. ഒരു മര്യാദയില്ലാതെ ഒന്നിക്ക് ഒരു കാര്യം പറയട്ടെ. സംസാരിക്കുക. EPS എന്ത് ധനകാര്യമന്ത്രിയാണോ? നമ്മുടെ ആള് തന്നെയാ. സാറേ, ഫോൺ അവൻ തന്നെ തന്നോ? സാറേ, ഇവന് ഭയങ്കര അഹങ്കാരം സാറേ. അത് മാത്രമല്ല, താൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓവറാക്കണ്ട. സാർ നിങ്ങൾ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാൻ എന്തിനാ സാർ തടയുന്നത്? ശരി ശരി, ഓവർ ആക്ടിങ് ഒക്കെ മതി. വേഗം അവിടെ നിങ്ങൾ പറഞ്ഞാ പിന്നെ ഓക്കെ സാർ. ഓക്കെ സാറേ, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങളുടെ ഫ്രണ്ടിനെ മന്ത്രിതലത്തിലൊക്കെ പിടിപെടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാറേ. മനസ്സിലൊന്നും വെച്ചേക്കില്ല സാർ, പ്ലീസ്. ഇനി ഇത് ആവർത്തിക്കരുത്. പൊക്കോ. യെസ് സാർ. സോറി സാർ. ഓക്കെ ശരി. ബ്രോ, കം. എന്റെ മുരുകനെ പോലെയല്ലേ വന്ന് രക്ഷിച്ചു തന്നെ. ലാലേട്ടന്റെ ഫസ്റ്റ് ഷോ കണ്ടതുപോലെ. എവിടെ വന്നാലെന്താ, നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ ചേട്ടനെ തന്നെ ഓർമ്മ വരുന്നത്. ഓ ബ്രോ, കലക്കി കേട്ടോ. സ്നേഹത്തിന്റെ പാൽ ഇതേ ജ്യൂസ് ആയിട്ടുണ്ട്. കുടിക്ക്. ഈ ലോകത്ത് ഇനി എനിക്ക് ആരുമില്ല, നീ മാത്രമേ. അതെന്താ, നിങ്ങളെ കല്യാണം കഴിഞ്ഞില്ലേ ബ്രോ? കല്യാണം എന്താന്ന് കല്യാണം ബ്രോ? അത്രയും പ്രായം തോന്നുന്നുണ്ടോ എനിക്ക്? ഒറ്റ നോട്ടത്തിൽ ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ ഈ ഓറഞ്ച് പോലെയാണ് എന്റെ മനസ്സ്. ജസ്റ്റ് എൻഗേജ്മെന്റ് ആയിട്ടേ ഉള്ളൂ. ശങ്കർ സാറിന്റെ പടത്തിൽ കാണുന്ന പോലെ ഓറഞ്ച് കൊണ്ട് മണ്ഡപം, ഓറഞ്ച് കൊണ്ട് തന്നെ അലങ്കാരം, ഓറഞ്ച് കൊണ്ട് തന്നെ ബെഡ്, ഓറഞ്ച് കൊണ്ട് തന്നെ എല്ലാം ഓറഞ്ച് കൊണ്ട് തന്നെ അല്ലേ? എന്റെ മനസ്സിലുള്ളത് അങ്ങനെ ക്യാച്ച് ചെയ്തല്ലോ ബ്രോ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്? ദുബായിൽ പോയി ഒരുപാട് സമ്പാദിച്ചു. ഹോട്ടൽ ബിസിനസ് തുടങ്ങിയാലോ ആലോചിക്കാം. അതിന് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളുകളെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. എന്റെ അമ്മാവന്റെ മോൾ അതന്നെയല്ലേ ചെയ്യുന്നത്. വലിയ മെസ്സൊക്കെ ഉണ്ട് അവൾക്ക്. അവളെ ഞാൻ കാണിച്ചു തരാം. ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നേ. അത് തെറ്റാടാ ബ്രോ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെടുത്ത് പോയി ഞാൻ വെറുതെ എന്താ ബ്രോ, അതിന് നീ പ്രേമിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ജസ്റ്റ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയല്ലേ. ഇന്ന് നീ എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് ഞാൻ എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചെയ്യണ്ടേ? ഓക്കെ പറയൂ പ്ലീസ്. അങ്ങനെയാണോ? ശരി, എന്നാ വാ, പോയേക്കാം. മുത്തശ്ശി, ഇത് ദുബായിലെ സുൽത്താനാ. ദുബായിൽ നിന്ന് വന്നതാ. വലിയ പണക്കാരനാ. നമസ്കാരം അമ്മേ. വരുന്നത് എന്റെ മുറപ്പെണ്ണ. എന്റെ ചക്കര് എന്തുണ്ട്? സുഖമായിരിക്കുന്നു അല്ലേ? മുത്തശ്ശി, ഇയാൾ എന്താ പിന്നെയും വന്നേ? വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ പൊന്നു മുത്ത, എന്താ കാര്യം വെച്ചാ, എനിക്ക് പേരുണ്ട്, സിന്ധു. പൊന്നെ മുത്തെന്ന് തന്നെ വിളിക്കണ്ട, പറഞ്ഞേട്ടോ.
എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കാതെ. അവരൊക്കെ നോക്കുന്നു, ഒരു റൗഡിയാ, എനിക്ക് നാണക്കേടല്ലേ? ഇത് കൃഷ്ണ എന്റെ ചങ്ക. ഇവിടെയുള്ള സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ നല്ല ആഹാരം കൊടുക്കണമെന്നുള്ള മനസ്സുമായിട്ട് വന്നിരിക്കുകയാണ് ഈ നിൽക്കുന്ന സാർ. നമസ്കാരം. അതെ, ഈ ബിസിനസ്സിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കുറച്ചു കാലം നിങ്ങളോടൊപ്പം ട്രാവൽ ചെയ്താൽ എനിക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ എന്നോടൊത്ത് കോപ്പറേറ്റ് ചെയ്താൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. പ്രോഫിറ്റ് നിങ്ങൾ തന്നെ എടുത്തോളൂ. കാരണം ഞാൻ മൂലം 4 പേരുടെ വിശപ്പ് മാറുമെങ്കിൽ അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നീ ഇവന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു നിനക്കും ജോലിയും കൂലിയും ഒന്നും കാണില്ലെന്ന്. കിളവയ്ക്ക് പുതിയ ബിസിനസ് കിട്ടിയപ്പോ എനിക്കിട്ട് പണി തരാൻ നോക്കുവാണല്ലോ. എന്തായാലും ഒരു കാര്യമുണ്ട്, നിന്റെ മുഖം കാണുമ്പോ ഒരു നല്ല കൊച്ചിനെ പോലെ തോന്നുന്നു. സാറ് തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് എല്ലാരും പറയുന്നേ. നിങ്ങളുടെ ഫാമിലിയൊക്കെ കാണുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വന്ന പോലെയുണ്ട്. മറുത്തൊന്നും പറയരുത് പ്ലീസ്. അത് പിന്നെ നാളെ മെസ്സിലോട്ട് വന്നാൽ മതി, സംസാരിക്കാം. ഓക്കെ, വളരെ നന്ദിയുണ്ട്. അപ്പൊ സന്തോഷമായല്ലോ, സന്തോഷമായല്ലോ. അല്ല ബ്രോ, ഈ ഫാമിലി മുഴുവൻ നിങ്ങൾക്ക് എതിരാണല്ലോ ബ്രോ. ഓ, അതാണോ? ചെറിയൊരു പ്രശ്നമായിരുന്നു, അതുകൊണ്ടല്ലേ നിങ്ങളെ ഉപയോഗിച്ച് ഞാൻ റീ എൻട്രി ആയത്. സാധാരണ ഓറഞ്ച് പോലെ അല്ല സാറേ. ചങ്കെ, ഇതിനു ശേഷം അവക്ക് എന്നോടൊരു പ്രണയം തോന്നി. കഴുത്തി താലി കെട്ടിയിട്ട് നിങ്ങൾ വേണം ആദ്യ രാത്രിയിൽ ഗോൾ അടിക്കാൻ എന്നെ സഹായിക്കാൻ. അങ്ങനെയാണെങ്കിൽ ബ്രോയുടെ കല്യാണം എന്റെ കല്യാണം പോലെ എന്താ? അതെ അതെ അതെ. എന്നാ പോട്ടെ. എന്റെ ആദ്യ രാത്രി ഇവന്റെ കല്യാണം തമ്മിൽ എന്താ ബന്ധം? എല്ലാ ആദ്യ രാത്രി ഒന്നാണല്ലോ. ഹലോ, എന്താടി മെസ്സിലെ കച്ചവടം തീർന്നില്ല? വീട്ടിൽ അനിയത്തി ഉണ്ടോന്ന് അന്വേഷിച്ചായിരുന്നു നീ? എന്താ നിങ്ങൾ പറയുന്നത്? അവളെ ഞങ്ങളങ്ങ് പൊക്കി. ആളിവിടെ തന്നെ ഉണ്ട്. സംശയമുണ്ടോ? ആ ഹലോ ചേച്ചി. ദീപ്തി, നീ എവിടെയുള്ളേ? വീട്ടിലാ, പഠിച്ചോണ്ടിരിക്കുക. എന്തേ? നിനക്കൊന്നും പറ്റില്ലല്ലോ? എനിക്കൊന്നുമില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, നീ പഠിച്ചോ. ഹലോ. എന്താ പേടിച്ചു പോയോ? ചുമ്മാ കളിപ്പിച്ചതാടി. നിന്റെ അച്ഛൻ എവിടെയാന്ന് പറയുന്നവരെ നിന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. നീ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരുന്നോ? എനിക്ക് അറിയാൻ നിന്നെ കൊണ്ട് തന്നെ പറയുകടി. നോക്കിക്കോ, നീ നിന്റെ ഫാമിലി എങ്ങനെ ടോർച്ചർ ചെയ്യുന്നു കണ്ടോ നീ? ഗുഡ് മോർണിംഗ് ഉണ്ടേ. ബാഡ് മോർണിംഗാ. അതെന്ത് പറ്റി ബാഡ് മോർണിംഗ് എന്ന് പറയാൻ? ഇന്നത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി 2000 പേർക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു. അത് റെഡി ആയപ്പോഴത്തേക്കിനും സമയം വൈകിപ്പോയി. അയ്യോ, അവർ ഓർഡർ ക്യാൻസൽ ചെയ്തു. അയ്യോ. ആ, നീ കൂടുതലായിട്ട് ചിന്തിച്ച് മനസ്സലിഞ്ഞ് ഇതെല്ലാം വിറ്റ് കൊടുക്കാന്ന് പറയല്ലേ? ഓരോ ക്യാൻ ഇവന്റെ സൈസ് ഉണ്ട്. ആവശ്യമില്ലാത്ത ഐഡിയ കൊടുത്ത് വെറുതെ കൊടുങ്ങണ്ട. മൈ ഡിയർ അസിസ്റ്റന്റ്, എല്ലാം നമ്മൾ വിറ്റ് കൊടുക്കണം. മാഡത്തിന്റെ കണ്ണീര് നമ്മൾ ഒപ്പിയേ തീരൂ. സാമ്പാറിലുള്ള കറിവേപ്പില പോലും മിച്ചം വെക്കാതെ എല്ലാം നമ്മൾ വിറ്റ് കൊടുക്കണം. അത് നടക്കില്ലെന്നേ. ഇത് മുഴുവൻ വിൽക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നേ? നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അത് വെറുതെ നോക്കി നിൽക്കാനാണോ ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്? നിങ്ങൾക്ക് വിശക്കുമ്പോൾ ചോറും കറിയും വിളമ്പുന്ന ഇലയാവാൻ വേണ്ടി, നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ ദാഹം അറ്റുന്ന മഴയാവാൻ വേണ്ടി, നിങ്ങൾക്ക് തലവേദന വന്ന അമൃതാഞ്ജനാവും, നിങ്ങൾക്ക് ഇടുപ്പ് വേദന വന്ന ടൈഗർ ബാമും ആവും. നമുക്ക് എന്തിനാ സാറേ ഈ ബിസിനസ്? ഇന്ന് നമുക്ക് ഇതാണ് ബിസിനസ്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. 200, 300, 400 എണ്ണിക്കൊണ്ടിരിക്കല്ലേ? നല്ലപോലെ പൈസ കിട്ടിയിട്ടുണ്ടല്ലോ. ബിസിനസ് തെരുവിലിറക്കി നിർത്തിയല്ലേ സാർ? ആ പെണ്ണിന്റെ മനസ്സിൽ എനിക്കൊരു ഇടം നേടണമെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടടാ നമ്മള്. നിങ്ങളുടെ ACPക്ക് നിങ്ങളെങ്ങനെ സഹായം ചെയ്തു തരില്ലടാ. കുറച്ചു നേരം നിങ്ങൾ ഇൻസ്പെക്ടർ ആണെന്ന് മറന്നുകൊണ്ട് ഈ തട്ടുകട നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യണം. അത്രേ ഉള്ളടാ. എന്താ മോനെ ദിനേശ, രാവിലെ വല്ലതും കഴിച്ചായിരുന്നു? കണ്ടറിഞ്ഞൂടെ, വിശന്ന് വിളറിയല്ലേ വരുന്നത്. കുറച്ചു മുമ്പല്ലേ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. എന്താണ് നിന്നെ കൊല്ലാനല്ലേ വിളിച്ചത്? കഴിക്കാനല്ലേ വിളിച്ചത്? വന്ന് വല്ലതും കഴിച്ചിട്ട് പോ. നന്നായിട്ട് കഴിക്കണോ? ഒത്തിരി കഴിച്ച് വണ്ണം വെക്കുന്നേ. തന്റെ ബോഡിയിലൊന്നും ശരിയല്ലല്ലോ. പോയി അവിടെ ഇരിക്കും. ലൈസൻസ്, RC ബുക്ക്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട് സാർ. ഓക്കെ, എനിക്ക് തീരെ സമയമില്ല. എനിക്ക് ഒരുപാട് സമയം. സാറിനെ വീടില്ല. എന്താ സാർ, കാറിൽ നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. അത് വെക്കാൻ സമയം കിട്ടണ്ടേ സാർ? ഞങ്ങളുടെ ആൾക്കാർ മാറ്റി തരുന്നേ. അതൊരു ലഞ്ച് കഴിക്കേ. ലഞ്ചോ? ഇപ്പൊ സമയം എത്ര ആയിടോ? ഇവിടെയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അവിടെയാണെങ്കിൽ സാമ്പാർ. എടുത്ത് കഴിക്കണോ?
സാറേ ഇവൻ ഓട്ടോ വോൾവോ ബസ്സിനെ പോലെ ഓടിക്കുന്നത്. ഈ തിരക്കുള്ള സമയത്ത് മനുഷ്യനെ ഇങ്ങനെ മെനക്കെടുത്തുന്നത് ശരിയല്ല സാറേ. ഇവന്റെ സംസാരം ഒരുമാതിരി ഉണ്ട്, അതെടുത്ത് വായിലേക്ക്. ആഹാ, അത് കൊള്ളാലോ. കാലത്ത് തന്നെ ഈ കുന്തത്തിൽ ഊതിക്കാനുള്ള പരിപാടിയാണോ? ആരെങ്കിലും ഇത്ര രാവിലെ സ്മോൾ അടിക്കുമോ സാറേ? ബിയറിന്റെ വാസനയ്ക്കല്ല, മോരിന്റെ വാസനയ്ക്കാ. മോരാ? ഇതെന്താ സാർ മെഷീൻ അവിടെ വെച്ചിട്ട് ഇതെന്റെ വായി വെക്കുന്നത്? മിണ്ടാതെ ഊതറ. സാറേ ഇവനൊന്നും കഴിച്ചിട്ടില്ല. എന്താ സാറേ രാവിലെ തന്നെ വട്ടായോ? കുറച്ചു മുമ്പാ ഞാൻ 4 കോഴിക്കാലും 2 പ്ലേറ്റ് ബിരിയാണിയും തട്ടിയിട്ട് കൈയൊക്കെ നക്കി തുടച്ചു വന്നത്. മണം നോക്കി നാറുന്നു, കൈ മാറ്റടാ. അതുകൊണ്ടാണ് ശരീരം ചൂടായിട്ട് ഓട്ടോ ഒരുമാതിരി ഓടിച്ചോണ്ട് വരുന്നത് അല്ലേ? ഇവന് 2 തൈര് സാധനം കൊടുത്തേ, പെട്ടെന്ന് കൊടുക്കുക. 2 തൈര് സാധം. നിർത്ത്. എങ്ങോട്ടാണാവോ മാഡം ഇത്ര സ്പീഡില്? സാറേ അർജന്റായിട്ട് പ്രോഗ്രാമിന് പോവാ സാറേ. ടിവിയിലൊക്കെ വരാറുള്ളതോ? അതെ. ആണോ? അടിപൊളി. ഓപ്പൺ ചെയ്യാ. ശരി സാധനം എടുക്ക. ഇത് വെച്ചിട്ട് ഞങ്ങളെ വിട്ടാട്ടെ സാറേ. എന്ത് 10 രൂപയോ? എന്നെ ചൂടാക്കി ഞാൻ ആണിക്കത്തും കാണോ? എങ്കിൽ ഇതോട് പിടിച്ചിട്ട് ആ തീരെ വെള്ളം വെച്ച് കെടുത്ത് സാറേ. 1 2 3 എന്തോന്നാ ഇത്? വാ മോനെ വാ. ഇറങ്ങി അടിപൊളി പാർട്ടിയാ സാറേ. എന്താ അവേഷമേ കമലഹാസനെ പോലെ വേഷം കെട്ടി എസ്കേപ്പ് ആവാൻ നോക്കണം സാറേ അത്യാവശ്യമായിട്ട് എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് പോകാണ്ട് സാറേ. എന്റർടൈൻമെന്റ് അങ്ങനെയാണെങ്കിൽ എന്നെ എന്റർടൈൻ ചെയ്ത് ഞാൻ വെറുതെ വിട്ടേക്കാം. പക്ഷേ നമ്മുടെ കോൺസെപ്റ്റ് ലഞ്ച് കോൺസെപ്റ്റ് അല്ലേ? നമുക്ക് പിന്നീട് ചെയ്യാലോ. ഇപ്പൊ നമ്മുടെ ആളെത്തില്ലേ, എന്റർടൈൻ ചെയ്യട്ടെ. താങ്ക് യു സർ. ഇന്ന് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? കഷ്ടപ്പാടോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഇത് പിടിക്കും മാഡം. ദിസ് ഈസ് മൈ ബ്ലഡ് ആൻഡ് സ്വെറ്റ്. എന്താ ഇത്? 2000 പേർക്ക് ഫുഡ് എടുത്തിട്ട് പോയിട്ട് 1,00,000 രൂപയോ കമ്മീഷൻ കഴിച്ചിട്ടാണോ തന്നത്? അയ്യോ സോറി, കണക്കിൽ പെടുത്താൻ വിട്ടുപോയി. കാർഡ് എടുത്ത് വിഡ്രോ ചെയ്തിരുവോ? എന്തിനാ വിഡ്രോ ചെയ്യുന്നത്? അതിരിക്കട്ടെ, ഫുഡ് നിങ്ങൾ വിറ്റില്ലായിരുന്നോ? വില കുറച്ച് കൊടുക്കേണ്ടി വന്നു. അതാ സാറിന് കള്ളം പറയാൻ പോലും അറിയില്ല. നീ മിണ്ടാതിരിക്കും. വിട്ടേക്ക് സാർ, അവൻ പറഞ്ഞോട്ടെ. ഭക്ഷണം വിൽക്കാൻ തുടങ്ങിയതാ മാഡം. പക്ഷെ സാറിന് അലിവ് തോന്നി അത് പാവങ്ങൾക്ക് കൊടുക്കായിരുന്നു. സാറിനെ ഞാൻ പുകഴ്ത്തി പറയുമല്ല, ഈ സാറ് പാവങ്ങൾക്ക് എന്നും ഒരു ആശ്രയം തന്നെയാണ്. നമ്മളുണ്ടാക്കിയ ഭക്ഷണം 10 പേരുടെ വിശപ്പ് മാറ്റിയെങ്കിൽ ആ പുണ്യം എനിക്കും കൂടെ കിട്ടുമല്ലോ സാറേ. ഇന്നത്തെ കാലത്ത് നിങ്ങളെ പോലെ നല്ല മനസ്സുള്ളവരെ കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെ സഹായിച്ചതിനെ പറ്റി ഞാൻ വീട്ടിലെ മുത്തശ്ശിയോട് പറഞ്ഞപ്പോ തീർച്ചയായും വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇവിടെ നിന്നോളൂ. വർക്കേഴ്സ് എല്ലാവർക്കും 100 രൂപ വെച്ച് കൊടുത്തേക്കണേ. അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളേ. എന്നാ നടന്നോളൂ. തട്ടിടുന്ന പൊറോട്ട ഇറച്ചി കിട്ടും, വാങ്ങി കഴിച്ചോട്ടോ. ഓക്കെ സാർ. അവര് നമ്മൾ ആരാണെന്ന് വിചാരിച്ചിരിക്കുന്നത്? വേലക്കാരെന്ന് വിചാരിച്ചു കാണും. ആ ശാസ്ത്രി എവിടെയാടാ? മര്യാദയ്ക്ക് അവനടുത്ത് വീഡിയോ എന്റെ കയ്യിൽ തന്നേക്ക്. ഇല്ലെങ്കിൽ നിന്റെ ശവം പോലും ബാക്കി കിട്ടില്ല. നിങ്ങളുടെ ഭീഷണിക്കൊന്നും ഞാൻ പേടിക്കില്ല. ശാസ്ത്രിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ പുറത്ത് കൊണ്ടുവരും. നിങ്ങൾ ചെയ്ത കൊലപാതകങ്ങളൊക്കെ വെബ്സൈറ്റിലിട്ട് നിങ്ങളെയും MLAയും ഞാൻ ജയിലിലാക്കും. ഇനി നിങ്ങൾ സിറ്റിയുടെ മേയർ ആവില്ല, കൗൺസിലർ ആവാൻ പോലും സമ്മതിക്കില്ല. നിങ്ങളുടെ കത്തിയേക്കാൾ എന്റെ പേനയ്ക്ക് മൂർച്ച കൂടുതലാണ്. അത് ശരിയാ. ഇതല്ലേ തീറ്റ കൊടുത്തോ? മർഡറിൽ ഹാഫ് സെഞ്ചുറി തയ്ക്കാൻ സഹായിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഹാപ്പി ജേണി. അല്ല ആരാ ഇത്? നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. അനിയ മഹേന്ദ്ര, ഈ മൂർത്തിയെ കൊന്നത് നിക്കട്ടെ, ആ ശാസ്ത്രിയെ കണ്ടുപിടിച്ചോ? കിട്ടിയില്ല. എന്റെ അയ്യപ്പ, വീണ്ടും ഒന്നേന്ന് തുടങ്ങിയോ ഡ്രാമ? എനിക്ക് ടെൻഷൻ കേറിട്ട് BP കൂടുന്നെനിയാ. ആ ശാസ്ത്രിയോ അല്ലെങ്കിൽ ആ വീഡിയോയോ പുറത്തു വന്നെന്ന് വെച്ചോ, എന്റെ ഈ MLA എന്നുള്ള പോസ്റ്റിങ്ങേ നാറാണക്കല്ല് പിടിക്കും. നീ മേയർ ആകില്ലെന്ന് 200% ഉറപ്പ് തന്നെ. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പിള്ളേർ അയാളുടെ മകളെ പേടിപ്പിച്ച് തന്നെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ പേടിപ്പിക്കുന്നുണ്ട്, എന്ത് പ്രയോജനമുള്ളേ? ഡോസ് അങ്ങോട്ട് കൂട്ടുന്നേ. പല ഊട് വഴികളിലൂടെയും കേറ്റിക്കൊടുക്കാം. എന്റെ പേര് പുറത്തു വരാതെ നോക്കണം കേട്ടാ. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി ചേട്ടാ. അമ്മ എത്തിയല്ലോ. ഞാൻ ഇവിടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നേ, ഒന്ന് പോയിട്ട് വരാം. എന്നാ വരട്ടെ. വാമു നോക്കിയെടുക്ക്. കൊല്ലും കൊലയായിട്ട് നടക്കുന്നതിന് ഇത്രയും സ്നേഹമോ ഭാര്യയോട്? എന്താ മുത്തശ്ശി ഇത് കഴിക്കുന്നേ? എങ്ങനെ മോളെ കഴിക്കാൻ തോന്നുക? ദിവസം എന്റെ മോനോടൊത്ത്
ഒന്നിച്ചിരുന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ചല്ലേ കഴിക്കുക. അവനില്ലാതെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. എന്താ മുത്തശ്ശി ഇത്? ഞാനും മുത്തശ്ശി പോലെ കരഞ്ഞോണ്ടിരുന്ന ഈ കുട്ടികളുടെ അവസ്ഥ എന്താവെന്ന് ആലോചിച്ച് നോക്കിയേ. പ്ലീസ് മുത്തശ്ശി, ഇങ്ങനെ കരയാതെ. ഹലോ, ഞാൻ ജേർണലിസ്റ്റ് മൂർത്തിയുടെ വൈഫാ വിളിക്കുന്നത്. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എവിടെയാ വരണ്ടേ? എന്തേ എന്നെ നീ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ എന്താ ചെയ്യണ്ടേ? എത്ര കാലം എന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ നിനക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ടത്? എന്റെ ഈ ഗ്ലാസും ഈ ഉടുപ്പുകളും ഒക്കെ എത്ര വിലയുള്ളതാന്ന് അറിയോ നിനക്ക്? നിങ്ങൾ വഴി മാറുന്നുണ്ടോ? ഞാനൊരു അർജന്റ് കാര്യത്തിനാ പോകുന്നത്. നീ പോയിക്കോ, വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ നമ്മുടെ കല്യാണം എപ്പോഴാന്ന് പറ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? എന്റെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കാതെ ചുമ്മാ കളിക്കല്ലേ. നിന്റെ അപ്പന്റെ കാര്യമല്ലേ? ഇന്നലെ ഒരു ജോത്സ്യനെ കണ്ടിരുന്നു. അയാൾ എന്താ പറഞ്ഞെന്നറിയോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് ദേ ഈ ഓറഞ്ച് പോലെ ഒരു മോനുണ്ടായ കേസ് മുഴുവൻ ജ്യൂസായി പോവത്രേ. ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്ക് വേണ്ടി ഒരു ഏതൻ തോട്ടം കാത്തിരിക്കുകയാണ്. ആദായും ഹവയും കഴിച്ചതുപോലെ നമുക്ക് ഈ ഓറഞ്ച് കഴിക്കണം. നീ ഓക്കെ എന്ന് പറ. ഈ ആഴ്ച തന്നെ സ്റ്റമ്പ് തെറിപ്പിക്കുന്നുണ്ടോ? ഇങ്ങനൊരു അവസ്ഥ അച്ഛന് വന്നല്ലോ എന്നോർത്ത് സങ്കടപ്പെടുമ്പോ ഈ രീതിയിലാണോ നിങ്ങൾ എന്നോട് പെരുമാറണ്ടേ? ഇനി കല്യാണം എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നാ കൊന്നു കളയും ഞാൻ. ഹലോ ഹലോ, ഞാൻ വന്നോണ്ടിരിക്കുവാണേ. ഞാൻ ഇവിടുന്ന് പോവാ. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഇനിയും വിളിക്കാം. അപ്പം നമുക്ക് കാണാം. ബൈ. സമാധാനമായല്ലോ? എല്ലാം നശിപ്പിച്ചപ്പോ ഇനി എങ്ങനെ എന്റെ കൺമുന്നേ വന്നോണ്ടല്ലോ. ബ്രോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ സംസാരിക്കാം. സംസാരിച്ചിട്ട് ഇനി എന്ത് പ്രയോജനം? ഈ പൂക്കളുള്ള ഷർട്ട് ഇടാനല്ലേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഒന്ന് അവൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ജീവിതം ഏതും തോട്ടമാക്കിയേനെ ഞാൻ. എന്നെ ഒരു ഓക്കനാക്കി കളഞ്ഞു എന്റെ മുറപ്പെണ്ണ്. കല്യാണത്തിനെ കുറിച്ച് മിണ്ടരുതെന്ന് അവൾ എന്നോട് പറഞ്ഞത്. നിങ്ങളൊക്കെ എന്റെ ചങ്കായത് കൊണ്ട് ഞാനൊരു സത്യം പറയാൻ പോവാ. ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. നിങ്ങൾ ചിരിക്കണ്ട, 40 ഒന്നും ഒരു വയസ്സല്ല. ഇരിക്കവിടെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലമെങ്കിലും എൻജോയ് ചെയ്യാന്ന് കരുതിയതാ. പക്ഷെ അവൾ എന്നെ വലിച്ചു കീറിക്കളഞ്ഞു. എന്റെ പേടി എന്താന്ന് വെച്ചാ ഉപയോഗശൂന്യമായി എന്റെ ഓറഞ്ച് ഷോക്കേസിലായി പോവുമെന്ന എന്റെ ചങ്കേ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരു സൊല്യൂഷൻ പറയൂ. ഏത് പെണ്ണാണെങ്കിലും ഒരു ഹീറോയെ കല്യാണം കഴിക്കാനേ ആഗ്രഹിക്കുള്ളൂ. ആദ്യം ബ്രോയെ ആ കുട്ടി ഹീറോ ആയിട്ട് തോന്നണം. അങ്ങനെ ഹീറോ ആയിട്ട് തോന്നണമെങ്കിൽ ബ്രോയുടെ ഓരോ നീക്കങ്ങളും ഹീറോയിസത്തിന്റെ ഉച്ച സ്ഥായിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. നിങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ ഉയർത്തി. മനസ്സിലായില്ലല്ലോ? ഞങ്ങൾക്ക് മനസ്സിലായി. കണ്ടിന്യൂ ചെയ്തോ. നാളെ സിന്ധു മാർക്കറ്റിലെത്തുമ്പോ ബ്രോ ഹീറോ ഡ്രസ്സിൽ വേണം വരാൻ. അവിടെ വെച്ച് ബ്രോയെ ഞങ്ങൾ സൂപ്പർ സ്റ്റാർ ആക്കും. ആഹാ, നിന്റെ ഈ വാക്ക് കേൾക്കുമ്പോ എന്റെ ഓറഞ്ച് എല്ലാം മിക്സിയിലിട്ട് അടിച്ചടിച്ചടിച്ച് ജ്യൂസ് ആവാൻ കൊതിക്കുകയാണ് എന്റെ ചങ്കേ. താങ്ക് യു ബ്രദർ. എന്താ ബ്രോ, എന്റെ ഓറഞ്ചിൽ നിനക്ക് പണ്ട് തൊട്ടേ ഒരു കണ്ണുണ്ടല്ലേ? ഐ ലവ് യു. ഹാപ്പി ബർത്ത്ഡേ. എന്നാ പിന്നെ കാണാം. I wanna follow you. I wanna follow you. I wanna follow. അതെ പിന്നെ സാറേ. I wanna follow you. I wanna follow you. I wanna follow. ബ്രോ, how is my t-shirt? കുറച്ച് ടൈറ്റ് ഉള്ളത് പോലെ ഉണ്ടല്ലോ. ടൈറ്റ് ആണോ ലൂസ് ആണോ എന്നല്ല ചോദിച്ചത്. ഹീറോ പോലെ ഉണ്ടോ? ഒറിജിനൽ ഹീറോ തന്നെ കേട്ടോ. താങ്ക് യു ബ്രോ. ഇന്നലെ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ കമലഹാസൻ, നമ്മുടെ ലാലേട്ടൻ, മമ്മൂട്ടി, ദുൽഖർ, നിവിൻ പോളി എല്ലാവരെയും ഒന്ന് കണ്ടെന്നേ. അല്ല, എന്തൊക്കെയാ ബ്രോ നിങ്ങൾ പറയുന്നേ? പേടിക്കണ്ട, എല്ലാവരുടെയും ആക്ഷൻ ടിവിയിലൊന്ന് ശ്രദ്ധിച്ചു. എടാ അങ്ങോട്ട് നോക്കടാ, നമ്മുടെ ചേട്ടൻ പറഞ്ഞ പെണ്ണല്ലേ അത്? അവളെ ഞാൻ വിളിക്കുന്നെന്ന് പോയി പറ. ചങ്കേ, ദേ എന്റെ മുറപ്പെണ്ണ് വരുന്നു. എന്താ ചെയ്യേണ്ടെന്ന് പറ. ഉറങ്ങിക്കിടക്കുന്ന എന്റെ ഹീറോ ഞാൻ പുറത്ത് കൊണ്ടുവരട്ടെ. ഡ്രസ്സിൽ വന്ന എങ്ങനെ ബിൽഡപ്പ് ചെയ്യണമെന്ന് ആലോചിക്കുക. എന്തുവാടി എന്നും കാണുന്നുണ്ടല്ലോ, എന്നിട്ട് കാണാത്ത ഭാവത്തിലൊരു പോക്ക്. എടി പെണ്ണേ, ഇങ്ങനെ പോയാ എങ്ങനെയാ? ഒരു ഉമ്മ വന്നിട്ട് പോ, കെട്ടിപ്പിടിച്ചിട്ടെങ്കിലും പോ. കോൺസെപ്റ്റ് നമ്മളെ തേടി നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെ വന്നിട്ടുണ്ട് ബ്രോ. സ്വന്തം മുറപ്പെണ്ണിനെ ശല്യം ചെയ്തവനെ അടിച്ചാൽ നിങ്ങളുടെ മുറപ്പെണ്ണിന്റെ മനസ്സിൽ എന്തായിരിക്കും സ്ഥാനം? ഹീറോ. ഹീറോ. എന്നാ പിന്നെ പോയി തകർത്തിട്ട് വാ. ചേട്ടാ, എങ്ങോട്ടാ അവളെ കൂട്ടിക്കൊണ്ടു പോന്നെ?
എടാ ഇനി എന്റെ മുറപ്പെണ്ണ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ നിങ്ങളുടെ ഈ ചൊറിച്ചിലൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ചൊറിച്ചിൽ എനിക്ക് മാറ്റേണ്ടി വരും. അതല്ല ഇതൊന്നും അനുസരിക്കാതെ വീണ്ടും എന്റെ അമ്മാവന്റെ മോളെ ആവശ്യമില്ലാതെ ശല്യം ചെയ്യാൻ വന്ന ഓറഞ്ച് ഞാൻ ജ്യൂസാക്കും. മനസ്സിലായില്ല എന്താ വേണോ? എടാ കഴുതേ, ഞാൻ പഞ്ച് ഡയലോഗ് പറയൂ, എല്ലാവരും സൈലന്റ് ആവണം, ഇല്ലെങ്കിൽ വയലന്റ് ആവും ഞാൻ. എനിക്കും വയലൻസ് തന്നെ ഇഷ്ടം. എന്തോന്ന് വയലൻസ് ഇഷ്ടമൊന്നോ? ഇത് പച്ച ഓറഞ്ച് അടിച്ചാ പെട്ടെന്ന് നീര് വരില്ല. വേണേ തൊട്ട് നോക്കടാ. വെക്കുന്ന കൈ തിരിച്ചു പോകുമ്പോ നിന്റെ കൂടെ ഉണ്ടാവില്ല. തൊട്ട് നോക്കടാ. എന്റെ ഓറഞ്ചിനിട്ടാ ഇടിച്ചത്. മുറപ്പെണ്ണ് നോക്കുന്ന കണ്ടില്ലേ? ഈ സീന് നീ വേണം കണ്ടിന്യൂ ചെയ്യാൻ. ഈ ഹീറോയെ ഈ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് രക്ഷിക്കാൻ നോക്ക്. എടി പെണ്ണേ, അവിടെ നിക്ക്, ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോറി എന്തൊരടിയാ. അയ്യോ അയ്യോ സോറി. എങ്ങോട്ടാ വരുന്നത്? പതുക്കെ അടിക്കാട്ടോ. പറഞ്ഞോ. അയ്യോ എനിക്കിത് എന്തിനാടാ എന്റെ ഈ നടി വാങ്ങി എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നുള്ളൂ. ദൈവമേ ക്ഷമിക്കണേ. എങ്ങോട്ടാടാ പോകുന്നേ? പാവങ്ങൾ വിട്ടേക്കാന്ന് വിചാരിച്ചപ്പോ നിങ്ങക്ക് അഹങ്കാരം കൂടിയല്ലേ? അപ്പൊ പിന്നെ ബ്ലഡ് കണ്ടേ അടങ്ങുമല്ലേ? സാർ അടിച്ച് തകർക്ക് സാറേ. നമ്മുടെ മേലെ നമ്മൾ തന്നെ പൂവാരിട്ട് അത് ഹീറോയിസ് അല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് പൂ വേണം. അതാണ് ഹീറോയിസം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു കരുതി കഥ പറയണോ നീ? എന്റെ പട്ടി പ്രൊഡ്യൂസ് ചെയ്യും. ചങ്ക്, ഇത്രയും ബ്ലഡോ? എന്തിനാ ഇങ്ങനെ അടിച്ചത്? നിങ്ങളുടെ ക്യാരക്ടറിൽ ഇത്രയും ഫൈറ്റോ? ഗ്ലാമർ മാത്രമല്ല, തന്റെ ഓറഞ്ചും കൊള്ളാലോ. ഓ, ഇത് ഓറഞ്ച് അല്ല, മാതളമായിരുന്നു അല്ലേ? കോൺസെപ്റ്റ് കൊള്ളാലോ ചങ്കേ. അയ്യോ, ഇത്ര രക്തോ, ഞാൻ ചാവൂല തോന്നുന്നേ. എടാ പൊട്ടൻ കിണാപ്പാ, അത് ബ്ലഡ് അല്ല, മാതളത്തിന്റെ ജ്യൂസാ. ആണോ? സത്യമാണോ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. കോയമ്പത്തൂരിൽ നിന്ന് വന്ന ചരക്കാണോ ചേട്ടാ? അതെ, നക്കിയിട്ട് പോ. സഹിക്കില്ല, ഈ അവമാനം ഞാൻ സഹിക്കില്ല. ബ്രോ എന്തായി കാണിക്കുന്നേ? ബ്ലഡ് വരുന്നുണ്ടല്ലോ. ഗിരി വേഗം ആംബുലൻസ് വിളിക്കേ. വേണ്ട ചങ്കേ, വേണ്ട, അവിടെ ഇരിക്കേ. എന്താ ബ്രോ ഇത്? ഹീറോ നോക്കിയപ്പോ കോമഡിയനാക്കി കളഞ്ഞു. പൊടി പിള്ളേരൊക്കെ എന്റെ സ്വപ്നമാണ് ഇല്ലാതാക്കിയത്. ഇയാളുടെ കോപ്രായം കാണുമ്പോൾ വെടിവെച്ച് കൊല്ലാനാ തോന്നുന്നു സാറേ. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും സാറേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്പറേഷൻ സ്നേഹമുള്ള അച്ഛനായാലോ? അച്ഛൻ ഓപ്പറേഷൻ എന്തിനാ ചങ്കേ? അത് സ്നേഹത്തോടെ ചെയ്യണം. അച്ഛനുറങ്ങാത്ത വീട്ടിൽ മുക്തയ്ക്ക് സലീം കുമാർ എന്ന അച്ഛനോட സ്നേഹം അല്ലേ? ഇവിടെ സിന്ധുവിനും അച്ഛനെന്ന് പറഞ്ഞ ജീവനല്ലേ? നാളെ നടക്കാൻ പോകുന്ന അവളുടെ അച്ഛന്റെ പിറന്നാൾ ഇന്ന് രാത്രി തന്നെ ബ്രോ സെലിബ്രേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അപ്പൊ ബർത്ത്ഡേയുടെ ദിവസം അവൾ എന്നെ ഹസ്ബൻഡ് ആയിട്ട് ഫിക്സ് ചെയ്യും. എന്താ ഒരു ശബ്ദം? ആരാ? എടാ, എന്തിനാടാ നെഞ്ചു കുത്തി കാണിക്കുന്നേ? വലിച്ചോണ്ടിരിക്കുന്ന ശ്വാസം പെട്ടെന്ന് നിന്ന് പോകും. വൃത്തിയായിട്ടവനെ. എമോഷനാണ് മുത്തശ്ശി, എമോഷൻ. എന്ത് മോഷനാ? കിളവി കൗണ്ടർ പറഞ്ഞ് ഇമേജ് ഡാമേജ് ആക്കും. എന്തോന്നാ ഇത്? എന്തിനാ ഇങ്ങനെ രാത്രി കോട്ടും കണ്ണാടിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഞങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ബോയ്സ് വരൂ, പറഞ്ഞു കൊടുക്കാം. ഈ രണ്ട് ഓറഞ്ചിൽ ഏതാണ് നല്ലത്, ഏതാണ് ചീഞ്ഞത്? മനസ്സിലാകുന്ന വിധം പറയടാ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ മുത്തശ്ശി? ഈ ഓറഞ്ചിന്റെ ശാസ്ത്രം അനുസരിച്ച് വിശപ്പ്, ഉറക്കം, സെക്സ് മനുഷ്യനും മൃഗത്തിനും കോമൺ ഇമോഷനാണ്. ഐ എം റൈറ്റ്? പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറി വൃത്തിയോട് പറയുന്നു മരക്കോന്ത. ഓക്കെ മുത്തശ്ശി, ഇപ്പൊ നിങ്ങൾ എന്നെ തല്ലിയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്താണെന്നറിയോ? എന്റെ 0 ഡിഗ്രിയാണ്, 0 എമോഷനും.
എന്റെ ഉള്ളിലുള്ള ഹൈ എമോഷൻ ലവ് ഹൈപ്പർ ആക്റ്റീവില് വെക്കാൻ വേണ്ടിയാണ് ഈ കുത്ത്. മതി നിർത്ത്, നിന്റെ കോലം കെട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ചേട്ടാ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾക്കൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഈ സീൻ സൂപ്പർ ഹിറ്റ് ആണ്. എന്നുവെച്ചാ നിങ്ങൾ NRA ആയിരുന്നെങ്കിൽ ഈ സീൻ കുറച്ചുകൂടെ ഭംഗിയായനെ എന്നാണ് എന്റെ ഫീലിംഗ്. ഐ എം റൈറ്റ്? ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട്. ഓക്കെ നിനക്ക് വേണ്ടി എന്റെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തുറന്നു പറയാം. ഇന്ന് നിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. ശരിയാണല്ലോ. ബോയ്സ്, ഇന്ന് രാത്രി നിന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങളുടെ കൂടെ ആഘോഷിച്ച് നിങ്ങളുടെ എമോഷൻ ഷെയർ ചെയ്യാമെന്ന് ഞാൻ എമോഷനോടെ വന്നപ്പോ എന്റെ എമോഷൻ മനസ്സിലാക്കാതെ ആവശ്യമില്ലാതെ നിങ്ങളൊക്കെ എമോഷനായി. ഇറ്റ്സ് എ പിറ്റി. ഇപ്പൊ കുടുംബം പോകുന്ന രീതി കണ്ട വെളുക്കുന്നതും അറിയുന്നില്ല, ഇരുട്ടുന്നതും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ കിളവി എന്റെ കുഞ്ഞിന്റെ പിറന്നാള് ദിവസം പോലും ഓർക്കാതെ പോയത്. എന്താ ഇത് ചേട്ടാ? ശരിക്കും ചേട്ടാ ഒരുപാട് മാറിയല്ലേ? നീ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഐ ആം 0 ക്യാരക്ടർ, 0 എമോഷൻ, 0 ഫാറ്റ്. കൃഷ്ണ സർ, അല്ല ഈ സമയത്ത് സാർ? അച്ഛന്റെ പിറന്നാളല്ലേ, ബാബുജി ഫോഴ്സ് ചെയ്ത് വരാൻ പറഞ്ഞതാ. ഗ്രേറ്റ് ചേട്ടാ. ചേട്ടന് ഞങ്ങളോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അല്ല, അച്ഛനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എവിടെ അച്ഛൻ? അച്ഛന് ടൂറിലാ, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫോൺ ചെയ്ത് അദ്ദേഹത്തെ വിഷയമല്ലോ അല്ലേ? എന്താ ബാബുജി, നിങ്ങൾക്കെങ്കിലും പറയാറുന്നില്ല? ചങ്കെ, ഞാൻ അതങ്ങ് മറന്നു. ഒക്കെ എന്റെ ഓൺ ക്രിയേഷൻ അല്ലേ. ശരി, അത് കള. സിന്ധു, പെട്ടെന്ന് അച്ഛനെ വിളിക്കാൻ നോക്ക്. അവരുടെ കൂടെ സംസാരിക്കുമ്പോ അച്ഛനതൊരു സന്തോഷമായിരിക്കും. എന്റെ പൊന്നു മോള് വിളിക്കടി. ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ. ശരി, എന്റെ മോള് വിളിക്കേ, പറയുന്നത് കേക്ക്. മോളെ സിന്ധു, ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക്സ് മോളെ. സാർ ഈ അടുത്ത വിവരം കിട്ടിയോ? ജസ്റ്റ് എ മിനിറ്റ് 1 by 1 പ്ലീസ്. അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഉടൻ തന്നെ കുറ്റവാളി അറസ്റ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യും. നിങ്ങൾ വെറുതെ വാർത്തകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. കൃഷ്ണ സർ, ബാക്കിയെല്ലാം ഞാൻ വഴി അറിയിക്കാം. ഓക്കെ, താങ്ക് യു. വാ, യുവമാരുടെ ഒരു ശല്യം. മീഡിയ പേഴ്സൺ മൂർത്തിയെ ആരോ കൊന്നില്ലേ? കുറ്റവാളി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചാനലുകാർ മൊത്തം ഇളകിയിരിക്കുക. എല്ലാം ഞാനും ടി വിയിൽ കണ്ടായിരുന്നു. അവർ ബ്ലഡിൽ കുളിച്ച് കിടക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സങ്കടമായിപ്പോയി സാർ. പാവല്ലേ സാർ? കൃഷ്ണ ഇങ്ങനെ ഫീൽ ചെയ്യില്ല. ഡസൻ ഹെൽപ്പ്. നീ ക്രിമിനൽസിനെ ആദ്യം പിടിക്കേ, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ. യു അണ്ടർസ്റ്റാൻഡ്? തീർച്ചയായും സാർ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഗുഡ് ലക്ക്. പ്ലീസ് സർ, കുറച്ച് സമയം തരൂ സർ. പൈസ ഞങ്ങൾ അടച്ചോളാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സർ. മെസ്സ് ക്ലോസ് ചെയ്താൽ പിന്നെ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. പ്ലീസ് സർ. മോളെ, സീല് വെക്കുന്നതിൽ ഞാൻ സ്പെഷ്യലിസ്റ്റാ. ഇങ്ങനെയുള്ള കരച്ചിലും കെഞ്ചുന്നതും കേട്ട് എന്റെ ചെവി അടഞ്ഞിരിക്കുക. കൂടുതലൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. പോയി കാശ് എടുത്തോണ്ട് വാ. കാശ്. ഇതൊരു സൂപ്പർ ചാൻസ് ആണ്. വീണ്ടും എന്റെ ഹീറോയിസം കാണിക്കാനുള്ള ഒരു ചാൻസ്. പെട്ടെന്ന് തട്ടകത്തിൽ ഇറങ്ങണം. എന്നിട്ട് നിങ്ങളാണ് എന്റെ എല്ലാം എന്ന് അവളെ കൊണ്ട് പറയിക്കണം. എടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നീ ഒരാണാണെങ്കിൽ ആ പൂട്ടില് സീല് വെക്കടാ. കാണട്ടെ. വെക്കടാ. ഞാൻ ആണ് തന്നെയാടാ. നീ എന്താടാ ഹീറോയിനെ പോലെ സംസാരിക്കുന്നത്? ഒരു ബാങ്ക് ഓഫീസറിന് ഇത്ര അഹങ്കാരം പാടില്ല. അത് നല്ലതല്ല. സീല് വെക്കാൻ പറഞ്ഞ ഉടനെ അങ്ങ് വെക്കുക. നിന്നെ വെറുതെ വിടില്ല ഞാൻ. എവിടെ റാഡ്? ഓറഞ്ച് അല്ലടാ ചോദിച്ച, റാഡാണ്. മൂഢ. അയ്യോ ചേട്ടാ, എന്തായി ചെയ്യുന്നേ? ചുമ്മാതിരിക്കേ. സിന്ധു, എന്നെ തടയരുത്. മാറി നിൽക്കേ. അയ്യോ ചേട്ടാ, നിനക്കാണോടാ ഇത്ര അഹങ്കാരം? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ. എന്റെ കുറച്ച് സമയം തരാം. ഞാൻ ഇപ്പൊ തന്നെ അടച്ചേക്കാം. ടൈം തരില്ല. അയ്യോ ചേട്ടാ, ഒന്നും മിണ്ടാതിരിക്കേ. ഇതെന്താ പോലീസ് ഡ്രസ്സിൽ വന്നേക്കുന്നത്? ചങ്കേ, കറക്റ്റ് ടൈമിനാ ഇങ്ങെത്തിയത്.
ഇത്രയും ഷോർട്ട് ടൈമില് ഡ്രസ്സും നെയിം ബോർഡും ഓസ്കാർ തരാട്ടോ. ഫിറ്റ് ആണല്ലോ, മനസ്സിലായി. വരൂ സാർ, കൃത്യസമയത്താ വന്നത്. ഈ സ്ത്രീ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇയാളെ എന്റെ ഷർട്ടിന് കയറി പിടിച്ചിരിക്കുന്നു. കൊണ്ടുപോയവനെ മുട്ട് തല്ലുപിടിക്കും സാറേ. പോയി ആ സീലഴിച്ചു മാറ്റ്. സാർ തെറ്റ് ബാബുജി സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസരിച്ചേ പറ്റും. അവർ കാശ് അടയ്ക്കുമെന്നുള്ളതിന് ഞാൻ ഉറപ്പ്. ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. പോയി സീലഴിക്കുക. സാറേ, സാറിന്റെ യൂണിഫോമിനെ ഞാൻ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഇവന്റെ പേര് ഞാൻ കേസ് കൊടുത്തേനെ. പോടേ, നീ വിചാരിച്ച എന്നെ ഒരു ചുക്കും ചെയ്യും. മരപ്പൊട്ടനാ, ഡമ്മി പോലീസാന്ന് പോലും അറിയാത്ത കഴുത. സിന്ധു കണ്ടില്ലേ, സാധാരണ കൃഷ്ണയെ പോലീസ് ഓഫീസറാക്കി വരുത്തി പ്രോബ്ലം സോൾവ് ആക്കി. ഇതാണ് ഹീറോയിസം. നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹലോ, ദാ വരുന്നു. ഇനി ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, താങ്ക്സ് കൃഷ്ണ സർ. ഇത് പിടിക്കുക. ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ്. ഇനി അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഓക്കെ. എന്താ ഷോക്കായോ? സാറിന് കുറച്ച് കരുണ കൂടുതലാ. നിങ്ങളുടെ ജോലിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ മൊത്തത്തിൽ ക്ലിയർ ചെയ്തു. ചങ്കേ, എങ്ങനെയുണ്ട് സീന്? ഞാൻ എഴുതിയതാ. ഹീറോ സീൻ എഴുതുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. യു ആർ എ മൾട്ടി വിറ്റമിൻ ഫെല്ലോ. ഹേ, മൾട്ടി വിറ്റമിൻ അല്ലടാ, മൾട്ടി ടാലന്റ്. അല്ല, എന്താ കോൺസെപ്റ്റ്? എന്റെ മുറപ്പെണ്ണ് വരുമ്പോ ഐ ലവ് യു എന്ന് പറയണം. കട്ട് ചെയ്താൽ ക്ലാപ്പ് അടിച്ചുകൊണ്ട് വന്ന് സിന്ധുവിന് ഞാൻ ക്ലാസ് എടുക്കും. നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ദിവസവും ഇതുപോലെ ഓരോരുത്തന്മാർ വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ വാൺ ചെയ്യും. അത് കേട്ട സിന്ധു പേടിച്ചരണ്ട് എവിടെ ഞാൻ മിസ്സാവോ എന്നുള്ള ആദിയില് ഇങ്ങനെ കയ്യും പിടിച്ച് നേരെ കല്യാണ മണ്ഡപത്തിൽ. ഒരു ചെറിയ പ്രശ്നം ബ്രോ. ഞാനൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്തിട്ട് വർഷം പലതായി ബ്രോ. എന്തോ നാടേ ഇത്? ഇവൻ പറഞ്ഞ ഉടനെ അവൾ ഓക്കെ പറയോ? ഇതുപോലെ ഒരു പാവത്താൻ ഐ ലവ് യു എന്ന് പറഞ്ഞ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യോ? അതിനു വേണ്ടിയാ നിന്നെ സെലക്ട് ചെയ്തത്. നീ ഇപ്പൊ പോയില്ലെങ്കിലുണ്ടല്ലോ, എന്റെ ഈ ഓറഞ്ച് ആണ് സത്യം. ഓറഞ്ചിന് പുറത്തുനിന്ന് സത്യം ചെയ്യില്ല ബ്രോ. നിങ്ങളുടെ കൈ തന്നെ ഇരിക്കട്ടെ. ഓക്കെ ഓക്കെ. ചങ്കേ, എന്റെ മുറപ്പെണ്ണ് വരുന്നു. എത്ര മനോഹരമായ ദൃശ്യം. മനസ്സിനുള്ളിൽ 1000 ഓറഞ്ച് ഒന്നിച്ച് കണ്ടതുപോലെ. എന്തിനാ ചങ്കേ ഇത്രയ്ക്കും ഫീല്? സംഗതി മനസ്സിൽ കൊണ്ടുല്ലേ? എന്താ ചങ്കേ, അടി തൊട്ട് മുടി വരെ നോക്കുവാണല്ലോ. എന്താണെങ്കിലും ആഴത്തിൽ ഇറങ്ങേണ്ടവൻ ഞാനാ, നീയല്ല. ചെന്ന് പറഞ്ഞിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. എന്താ ഇതൊക്കെ പതിവില്ലാതെ അമ്പലത്തിലേക്കൊക്കെ വന്നിരിക്കുന്നത്? ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് അച്ഛമായി തന്നാ? ഇത് പറയാനാണോ വന്നേ? എന്തോന്നാടേ ഇത്? പറഞ്ഞു കൊടുത്തതല്ലേ അവന്. ഇൻഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടോ? അത് എല്ലാവർക്കും നിങ്ങളെ പോലെ ഡയറക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് സ്ക്രീൻ പ്ലേ ചെയ്യണ്ടേ? എന്നെ കുറിച്ച് ഇയാളുടെ അഭിപ്രായം എന്താ? അതെന്താ ഇങ്ങനെ ചോദിച്ചേ? കൃഷ്ണ സാറിന് എന്താ? സാറിന് ഭാര്യയായിട്ട് വരാൻ പോകുന്നവള് നല്ല ഭാഗ്യവതി ആയിരിക്കുമല്ലോ. ബ്രദർ, എന്റെ മുറപ്പണിന്റെ വായിന്ന് നല്ല വാക്കുകളൊക്കെ വരുന്ന കണ്ടോ? എക്സാക്ട്ലി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഓറഞ്ചിന്റെ പവറാ. ആ ഭാഗ്യവതി എന്തുകൊണ്ട് ഇയാളായിക്കൂടാ? ഞാനിങ്ങനൊന്നും പറഞ്ഞൂടാ. പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് വന്നു പോയതാ. എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ ജീവിക്കുന്നുണ്ടോ? അഭിനയിപ്പിച്ച ഓസ്കാർ മേടിക്കും കേട്ടോ. ഇയാളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇയാളുടെ സമ്മതത്തോട് തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതും ഇയാൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. സൂപ്പർ. ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മുടെ കല്യാണം ഇനിയും വൈകിയാൽ ഇതുപോലെ പോകുന്നവനും വരുന്നവനൊക്കെ നിന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യുമെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചങ്കിനെ കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സീൻ ഉണ്ടാക്കിയത്. നീ അടിച്ച് പൊളിച്ചു എന്റെ ചങ്ക്. നിന്റെ എക്സ്പ്രഷനും മോഡുലേഷനും സത്യത്തിൽ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. യു ഡിഡ് വെരി ഗുഡ് ജോബ്. കീപ് ഇറ്റ് അപ്പ്. എങ്ങനെയുണ്ട് മോളെ? സ്വാമിയേ ശരണമയ്യപ്പ. എന്താ ചങ്ക ഇത്? നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങളെ ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. 3 ദിവസം മുമ്പ് റൗഡികൾ അനിയത്തെ ടീസ് ചെയ്തപ്പോ അവരുടെ തന്നെ അവളെ കൊണ്ടേ കൊടുത്തില്ല നിങ്ങള്. ആ സമയത്ത് സാർ ഉണ്ടായിരുന്നോണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇല്ലായിരുന്നെങ്കിലോ എന്റെ അനിയത്തിയെ അവന്മാര് കൊണ്ടുപോയിനെ. നിങ്ങൾ കാരണോ? ഇന്നലെയോ ബാങ്കിൽ ഞാൻ ലോൺ അടയ്ക്കാത്തത് എന്റെ തെറ്റ് തന്നെയല്ലേ? അതിന് നിങ്ങൾ ബാങ്ക് മാനേജർ എന്തിനാ അടിച്ചേ? തക്ക സമയത്ത് പോലീസ് ഡ്രസ്സിൽ വന്ന് ചെക്ക് കൊടുത്ത് നമ്മളെ രക്ഷിച്ചോണ്ട് ഒന്നും തന്നെ പറ്റിയില്ല. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ജയിലിൽ കടന്നേനെ. പോ, നിങ്ങൾ കാരണം. ഇതൊക്കെ എന്റെ മുന്നേ ആളാവാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തതല്ല. എന്നോട് കരുണ തോന്നി ചെയ്തതാ സാർ. കരുണയുള്ളവരുടെ മനസ്സിൽ സ്നേഹം കാണും. ഇങ്ങോട്ട് നോക്കി. നിങ്ങളെ പോലെ ചുമ്മാ ഇങ്ങനെ അഭിനയിക്കത്തില്ല. കൃഷ്ണ സാർ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് അമ്പലത്തിൽ വെച്ചാ പറഞ്ഞേക്കുന്നത്. അതെന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞുപോയി. ഇനി ഈ മനസ്സ് ജന്മം മുഴുവനും സാറിനോടൊപ്പം ആയിരിക്കും.
ഇതെന്തോന്ന് ട്വിസ്റ്റ്? എവിടെ നിന്റെ ചേച്ചി? എന്താ നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് നിനക്ക് ഈ പ്രാന്ത് ഒരുത്തനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു വെച്ച് അവനെ വളയ്ക്കാൻ നോക്കിയാണോ നിങ്ങൾ? ബിസിനസ് ചെയ്ത് പണം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചപ്പോ അവനെ പിടിച്ച് പോക്കറ്റിലിടാൻ നോക്കുക. ഇനി എന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നത്? ആ പേര് അവന് തീരെ എഴുതി കൊടുത്തില്ലേ നിങ്ങള്? മാത്രമല്ല നിന്റെയൊക്കെ ചേച്ചി അവനെ മാത്രമേ സ്നേഹിക്കുന്നു സ്ട്രോങ് ആയി പറയുകയും ചെയ്തു. എടാ, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഇല്ലാതിരിക്കില്ലല്ലോ. എന്നെക്കാളും ഭംഗിയുണ്ട്, മാത്രമല്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പോലെയുണ്ട്. എല്ലാത്തിലും ഉപരി ക്യാഷ് പാർട്ടിയോ. എളുപ്പത്തിൽ കിട്ടിയപ്പോ ദോശ പോലെ ചുരുട്ടി പിടിച്ചു. ഇപ്പോ ചീഞ്ഞാലും ചതഞ്ഞാലും ഓറഞ്ച് വാങ്ങിച്ച അത് തിന്നേ പറ്റൂ. അതല്ലാതെ അല്ലി കൊള്ളത്തില്ല, തോല് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കളയാൻ പറ്റുമോ? എടാ, കിടന്ന് ഒച്ച വെക്കരുത്. അടുത്തുള്ള വീട്ടുകാരൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ തന്നെ ഈ വീടിന്റെ പോക്ക് ഇങ്ങനെ ചെയ്ത സമാധാനം എവിടുന്ന് വരാനാ? അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. എല്ലാവരും കേൾക്കണം. ഈ വീട്ടിലുള്ളവരൊക്കെ വിശ്വസിപ്പിച്ച് കഴുത്തിറക്കുന്നവരാ. എന്റെ ചേച്ചി വന്നോടനെ പറയണം, അവനല്ല ഭർത്താവ്, ഞാനാണ് അവളുടെ ഭർത്താവെന്ന്. കല്യാണമായാലും താലികെട്ടായാലും ഒക്കെ ഈ 40 years ബാബുജിന്റെ കൂടെ മാത്രം മതി. എന്നെ കളഞ്ഞ് അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാ ഒന്നുകിൽ അവനുണ്ടാവും അല്ലെങ്കിൽ ഞാനുണ്ടാവും. ഇത് ഫിക്സ്. അയ്യോ അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മേ? അമ്മേ, എന്താ പറ്റി ഡോക്ടർ? ഹാർട്ട് അറ്റാക്കാണ്. ഹാർട്ടിലെ 3 ബ്ലോക്ക് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം. എന്നാ പിന്നെ ഉടനെ ചെയ്തോളൂ ഡോക്ടർ. എന്തിനാ ലേറ്റ് ആക്കുന്നത്? അവരവരുടെ മകൻ വരണമെന്നാ പറയുന്നത്. എങ്കിലേ ഓപ്പറേഷൻ സമ്മതിക്കുന്നു. എവിടെയാണെന്ന് വെച്ച് പെട്ടെന്ന് ആള് വരുത്. സിന്ധു, എന്തിനാ ഇങ്ങനെ കരയുന്നേ? മുത്തശ്ശിക്കൊന്നും പറ്റില്ല, ഒന്നും ആവില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഉടൻ തന്നെ ഇയാളുടെ അച്ഛനെ ഫോൺ ചെയ്യാം. ഇങ്ങനെ ഇരുന്ന മുത്തശ്ശി രക്ഷിക്കാനാവില്ല. വാ, പോയി ഫോൺ ചെയ്യാം. എനിക്ക് IT ഓഫീസർ നാരായണനെ അയാളുടെ കൊളീഗ് MS ശാസ്ത്രി കൊന്നിട്ട് എസ്കേപ്പ് ആയി കളഞ്ഞു. ഇതുവരെ ആളെ കണ്ടെത്താനായിട്ടില്ല. എന്താ സാർ ഇത് ഇത്ര ക്രൂരമായിട്ട് കൊന്നിരിക്കുന്നു? ഇയാൾക്കൊന്നും മനസാക്ഷിയൊന്നുമില്ല സാർ. മനുഷ്യനല്ല, മൃഗമാണ് ഇയാള്. ദാ ഇവനാണ് ആ മൃഗം. നീ ഈ കേസ് ടേക്ക് ഓവർ ചെയ്യണം കൃഷ്ണ. ശാസ്ത്രി എവിടെയുണ്ടെന്ന് അയാളുടെ മൂത്ത മകൾ സിന്ധുവിന് വ്യക്തമായിട്ട് അറിയാം. ഒളിവിലാണെങ്കിലും ഇവളെ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിയെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ അവരെല്ലാരും പേടിച്ചിട്ട് ഒരിക്കൽ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലും നടത്തിയിരുന്നു. നീ അവരോട് പോലീസിന്റെ രീതി പ്രയോഗിക്കാതെ സെന്റിമെന്റ്സ് കൊണ്ട് ഡീൽ ചെയ്യുന്നു കരുതിയിട്ടാ ഈ കേസ് നിന്നെ ഏൽപ്പിക്കുന്നത്. എന്തമ്മ ഇത്? ഞാൻ വരാതെ ഓപ്പറേഷൻ സമ്മതിക്കില്ലെന്ന് എന്തിനാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ മോനെ എനിക്ക് നിന്നെ ഇപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞത്. എനിക്ക് തൃപ്തിയായി മോനെ. ഇനി ഞാൻ ജീവിച്ചാലെന്താ, മരിച്ചാലെന്താ? എന്തൊക്കെയാ പറയുന്നത്? അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. എത്ര നാളത്തേക്കെന്ന് പറഞ്ഞാ ഇങ്ങനെ ഒളിച്ചു കഴിയുന്നേ? ഇതിലൊരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് മോളെ. അതുകൊണ്ടാ എനിക്കിങ്ങനെ ഒളിച്ചും പുറത്തും കഴിയേണ്ടി വരുന്നത്. പോലീസിന്റെ കയ്യിലെങ്ങാനും പെട്ടാ അവരെന്നെ കൊണ്ടുപോയി ജയിലിലടയ്ക്കും. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ
അവിടെ തന്നെ കെട്ടി തൂങ്ങി ചാവാന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. എന്താ അച്ഛൻ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? അച്ഛനില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സ്വന്തം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ പറ്റാത്ത അച്ഛനായി പോയി. പ്രായം തികഞ്ഞു നിൽക്കുന്ന മകളെ വിവാഹം കഴിച്ചയക്കാൻ കഴിയാത്തതിന്റെ വിഷമം വേറെ. ഞങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട അച്ഛ. ഒരു നല്ല മനുഷ്യൻ ഞങ്ങൾക്ക് ഇപ്പൊ ആശ്രയമായിട്ടുണ്ട്, കൃഷ്ണൻ സർ. അച്ഛൻ ഞങ്ങളെ നോക്കുന്ന പോലെ അദ്ദേഹം ഞങ്ങളെ നോക്കുന്ന. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉള്ളത് വരെ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കില്ല അച്ഛ. അതേ മോനെ, ആ കൊച്ചനുണ്ടല്ലോ, സത്യം പറഞ്ഞ തങ്കപ്പെട്ട ഒരു മനുഷ്യന്. എന്നെ കൊണ്ട് പറ്റില്ലടാ. അവരുടെ സ്ഥിതി ആലോചിക്കുമ്പോൾ മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല. പാവം അയാളെ ആ കുടുംബത്തിൽ നിന്ന് എങ്ങനെ വേർപെടുത്തും? ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടെങ്കിലും സംഭവിച്ചോട്ടെ. യു ആർ അണ്ടർ അറസ്റ്റ്. നീ സ്വയം വന്ന് കുടുങ്ങിയല്ലേ? എന്താ ഇതൊക്കെ? അറസ്റ്റാണ് മാഡം. പോലീസ്, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഞങ്ങളുടെ ഹെഡ് ACP കൃഷ്ണ, ക്രൈം ബ്രാഞ്ച്. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ സ്കെച്ചായിരുന്നു. നിന്റെ പുറകെ നടന്ന് പ്രണയം നടിച്ചെല്ലാം നിന്റെ തന്തയോടെ വരുത്തിക്കാനുള്ള അടവായിരുന്നു. നിന്നെ വിശ്വസിപ്പിക്കാനായി റോഡിൽ നിന്ന് സാമ്പാർ ചട്ടി വരെ വിൽക്കേണ്ടി വന്ന് ഞങ്ങൾക്ക്. നിന്റെ മുറച്ചെറുക്കനെ പറ്റി ആ വഴി നിന്റെ മുന്നിലെത്തി ഒരു സഹായിയെ പോലെ അഭിനയിച്ച് നിന്റെ കുടുംബത്തിന്റെ മുഴുവൻ വിശ്വാസം നേടിയെടുത്തത് നിന്റെ തന്ത ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. നിന്റെ അച്ഛന്റെ പിറന്നാളിനെന്ന് നിന്റെ മുറച്ചെറുക്കനെ കൊണ്ട് കേക്ക് തെരിയിച്ചതും നിന്റെ അച്ഛനെ വിളിച്ച് കുറെ നേരം ഫോണിൽ സംസാരിപ്പിച്ചതും ആ കോള് ട്രാക്ക് ചെയ്യാനായിരുന്നു. നീയും കൃഷ്ണയും തമ്മിൽ ഇഷ്ടത്തിലായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചത് നിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നുമല്ല, ഇയാളെ പിടിക്കാനാ. അവസാനമായിട്ട് നിന്റെ മുത്തശ്ശി BP കൂടി മയങ്ങി വീണപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഡോക്ടറെ കൊണ്ട് നുണ പറയിപ്പിച്ച് നിന്റെ അച്ഛനെ ഇവിടെ വിളിച്ചു വരുത്തിയതും ഞങ്ങളുടെ ACP കൃഷ്ണയാണ്. പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് തന്നെ. This all credit goes to it's me. സാറേ, അയാൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. വരും, നമുക്ക് പോവാം. സാറേ ഒന്ന് വരും, നമുക്ക് പോവാം പ്ലീസ്. അവിടെ പോലീസുകാരെല്ലാം കണ്ടിരുന്നോ? കണ്ടില്ല സാറേ. നിന്റെ കാലിലെങ്ങനെ ചോര വന്നേ? ഇരുട്ടത്തൊരുത്തും ബൈക്ക് കൊണ്ടൊന്ന് ഇടിച്ചാൽ സാർ. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. സാർ, എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. നടക്കടാ സ്റ്റേഷനിലേക്ക്. അല്ലെങ്കിൽ തന്നെ കാലിന് ആക്സിഡന്റ് പറ്റി കഷ്ടപ്പെട്ടാ നടക്കുന്നേ. നീ പോ നോക്ക്. താങ്ക് യു സാർ. നോക്കി സൂക്ഷിച്ചു പോണേ. ശരി ചേച്ചി.
സിന്ധു ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. മതി, ചെയ്ത ഉപകാരമല്ല മതി, ഞങ്ങളോട് കാണിച്ച സ്നേഹമല്ല മതി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇത്രയും ദ്രോഹിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വന്നത്? എനിക്ക് ആരാന്ന് പോലും അറിയാത്ത ഒരാള് എന്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ട് ഞാൻ സ്നേഹിച്ചപ്പോ ഈ രീതിയിൽ എന്നോട് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ദൈവം കരുണ ഒന്നുമില്ല, ഉള്ളതുപോലെ അഭിനയിച്ചതാ നിങ്ങള്. ഇങ്ങനെ സ്നേഹമുള്ള ഒരാൾ ഈ ലോകത്തില്ലെന്നാ വിചാരിച്ചത്. അതെ, നിങ്ങളെ പോലെ ഒരാൾ ഈ ലോകത്ത് തന്നെ കാണില്ല. കാണുമ്പോ തന്നെ നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നുവാ. ഇങ്ങോട്ട് നോക്ക്, എന്റെ അച്ഛൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെന്ന് വെച്ചോ, കുടുംബത്തോടെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അതിന് കാരണം നിങ്ങളായിരിക്കും, ഓർത്തോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആസ് എ പോലീസ് ഓഫീസർ ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. തെറ്റ് ചെയ്യുന്നവരെ പോലും ശിക്ഷിക്കാത്ത ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത സിന്ധുവിനെ വിഷമിപ്പിച്ചു. അവളുടെ മേലുള്ള എൻ്റെ സ്നേഹം സത്യമാണെന്ന് തെളിയിക്കണം. ഇനിയുള്ള ജീവിതകാലം മുഴുവനും അവളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീർ വരാതെ കാക്കണം. അവളെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവളുടെ അച്ഛൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയണം. സിന്ധു, ഒരു മിനിറ്റ്. നിനക്ക് സുഖമാണോ? ഞാൻ ഇതുവരെ ചത്തിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക് സിന്ധു. ഞാനിപ്പോ നിന്നെ ഹെൽപ്പ് ചെയ്യാനാ വന്നിരിക്കുന്നേ. പ്ലീസ് കോപ്പറേറ്റ് ചെയ്യുക. നിന്റെ അച്ഛൻ ഈ കൊലപാതക കേസിൽ എങ്ങനെ അകപ്പെട്ടു? ആ മഹേന്ദ്രനും നിന്റെ അച്ഛനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയേ. നിന്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിച്ച് ഞാൻ പുറത്തു കൊണ്ടുവരാം. എന്നെ വിശ്വസിക്കുക. പറഞ്ഞു പറ്റിച്ചത് മതി. കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരല്പം പോലും മനസാക്ഷി ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പും പ്രേമവും എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിക്കാൻ നിങ്ങൾക്ക് മടിയില്ലായിരുന്നല്ലോ. ദയവേതൊന്ന് പോയി തരാവോ? എന്താ സിന്ധു നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നേ? എന്നെ ഒന്ന് മനസ്സിലാക്ക് നീ. എന്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടോ ഇല്ലയോ? വിടാനാ പറഞ്ഞ. നിന്റെ അച്ഛൻ എവിടെയാണെന്നൊരു 100 പ്രാവശ്യമെങ്കിലും നിന്നോട് ഞാൻ ചോദിച്ചു. അപ്പോൾ നീ അറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാടി നീ ഹോസ്പിറ്റലിലേക്ക് വന്നേ? പറയടേ, അവൻ എവിടെയുള്ളത്? ഏത് ചെയ്തെന്നോ എനിക്കറിയേണ്ട കാര്യമില്ല. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻ എന്റെ മുൻപിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നീ ഇവളെ ജീവനോട് ഒരിക്കലും കാണില്ല. വിട്ടേക്കടാ. ചേട്ടാ, ആ പെണ്ണ് ACPയുടെ ഗേൾഫ്രണ്ടാ. അയാൾ അറിഞ്ഞ ചിലപ്പോ. ആ ശിവ, ഇവനൊക്കെ ആരുടെ മയമ്മനെ കടിക്കാൻ പോവാണ്? എന്താ സുഖമാണോ സാറേ?
മഹേന്ദ്രമാണിയുടെ ആളുകൾ അറ്റാക്ക് ചെയ്തെന്ന് കേട്ടു. അതറിഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഹാഫ് ലൈറ്റിലെ ഫുൾ ബോട്ടിൽ അകത്താക്കുകയാണെങ്കിൽ സാറിന്റെ കാര്യം പീക്കാ. ക്ഷമിക്കുന്ന കാര്യത്തിൽ ഭാരതരത്നം കൊടുക്കാൻ സാറിന്. ഗാന്ധിയുടെ അവസാനത്തെ കൊച്ചുമോൻ സാറ് തന്നെ. പുറത്തിറങ്ങണ്ട, നിനക്കൊക്കെ തമാശയാണല്ലേ? ഈ മനസ്സലിവ് എന്നുള്ള ഗുണം എന്റേതല്ല, ആ ഫോട്ടോയിലിരിക്കുന്ന ആളുടെയാ. എല്ലാം പോയി, നിങ്ങളോടുള്ള എന്റെ എല്ലാ ബഹുമാനവും പോയി. എന്റെ അസിസ്റ്റൻസ് വരെ എന്നെ കളിയാക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് എന്തിനാ അങ്ങനെ ഒരു ഗുണം? എനിക്കൊന്നും വേണ്ട. മനസ്സിൽ കരുണയുള്ള ഓരോ പോലീസുകാരനും ദൈവത്തിന് സമമാണെന്ന് കരുതിയാണ് അദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്തത്. എന്നിട്ട് എന്ത് പ്രയോജനമുണ്ടായി? എന്റെ മനസ്സലിവിനെ ഉപയോഗപ്പെടുത്തി ഒന്നിനും കൊള്ളാത്തവനെന്ന് കരുതി എന്നെ തന്നെ കൊല്ലാൻ പദ്ധതിയിട്ടിരിക്കുന്നു. അവന്മാരെ അവിടെ വെച്ച് തന്നെ കൊല്ലാൻ മനസ്സിന് ധൈര്യമുണ്ട്, ശരീരത്തിന് ശക്തിയുണ്ട്. പക്ഷെ എന്നിലൂടെ ഓടുന്നത് ഇദ്ദേഹത്തിന്റെ രക്തമല്ലേ? പാവം പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്തു വിടും. എന്റെ മനസ്സലിവ് കൊണ്ട് ക്രിമിനൽസ് രക്ഷപ്പെടുകയാണെങ്കിൽ ആ ഗുണം എനിക്കിനി വേണ്ട. ഞാൻ സ്നേഹിച്ച പെണ്ണ് എന്നെ വിട്ട് പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ആ ഗുണം എനിക്കിനി വേണ്ട. ഈ നിമിഷം മുതൽ എല്ലാവരും എന്റെ മറ്റൊരു മുഖം കൂടി കാണാൻ പോവാ. വണ്ടി എടുക്കടാ. പുലി പുല്ല് തിന്നുന്നത് മാത്രം നീയൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ പുലി വേട്ട ആരംഭിച്ചതാ. ഇനി നിനക്കൊക്കെ നരകവാടാ.
എന്നെ അറ്റാക്ക് ചെയ്ത് ഞാൻ ഈസി ആയിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ എന്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്ത കൊന്ന് കുഴിച്ചു മുഴുവെന്ന മഹേന്ദ്രനോട് എന്ന് പറഞ്ഞേക്ക്. പാവം ആ കൃഷ്ണനെ കണ്ട സഹതാപം തോന്നുക. നീ അവനെ വേർത്ത് തള്ളിക്കളഞ്ഞാലും അവൻ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുത്തന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ടടി. മുത്തശ്ശി, ഈ ടോപ്പിക്ക് നിർത്തുന്നുണ്ടോ ഇല്ലയോ? എന്തിനടി നിർത്താൻ പറയുന്നേ? അവൻ അതിന് എന്ത് ചെയ്തെന്നാ? അവനൊരു പോലീസാണെന്ന കാര്യം പറഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. അതിന് നീ എന്തെങ്കിലും നിന്റെ അച്ഛന്റെ കാര്യം അയാളോട് പറഞ്ഞായിരുന്നോ? അവനവന്റെ രഹസ്യം അവനവന്. ഞാനൊരു കാര്യം പറയുന്നത് നീ കേട്ടോ. എന്റെ മകൻ ഒരു കേസും ഇല്ലാതെ പുറത്ത് കൊണ്ടുവരാനുള്ള ധൈര്യം ആ കൃഷ്ണയ്ക്ക് മാത്രമേ ഉള്ളൂ. അതെ സിന്ധു, ആ കൃഷ്ണൻ നല്ല മനുഷ്യനാ, നല്ല ധൈര്യമുള്ളനാ. വേണ്ടാന്ന് പറയാതെ ആദ്യം നിന്റെ അച്ഛനെ കേസെല്ലാം തീർത്ത് പുറത്തു കൊണ്ടുവരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അതുവരെ അങ്ങേരോടൊന്ന് ചിരിച്ചൊക്കെ സംസാരിക്കേ. അതൊന്നും ഒരു കുറച്ചിലല്ല മോളെ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. ചേച്ചി, അച്ഛന്റെ മെസ്സേജ് ഉണ്ട് ചേച്ചി. ചേച്ചി നോക്ക്, അച്ഛന്റെ മെസ്സേജ്. മെസ്സേജ് വന്നു മോളെ. ഞാൻ സേഫ് ആയിട്ട് എന്റെ ഫ്രണ്ടിന്റെ കൂടെ തന്നെ കഴിയുന്നുണ്ട്. ഡോണ്ട് കോൾ മീ, പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെസ്സേജിലൂടെ സംസാരിച്ചാൽ മതി. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ മെസ്സേജ് അയച്ചേക്കാം. എന്നെ ഓർത്ത് വിഷമിക്കണ്ട. അമ്മയെ അനീത്തിമാരെ നന്നായി നോക്കണം. എന്റെ അമ്മ എവിടെയോ സേഫ് ആയിട്ട് തന്നെ ഉണ്ട്. ഇപ്പോഴാ എന്റെ മനസ്സിന് കൃഷ്ണ സാർ വരുന്നു. ഞങ്ങളാ വരാൻ പറഞ്ഞേ, അകത്തേക്ക് വിളിക്കേ. ഇങ്ങോട്ട് വരാൻ പറച്ചല്ലേ. എന്താ കുടിക്കാൻ എടുക്കണ്ടേ? ചായയാണോ കാപ്പിയാണോ? ഒരു ഗ്രീൻ ടീ മതി. എന്ത് ടീയാ? അതൊന്നുമല്ല മുത്തശ്ശി. ഹോട്ട് വാട്ടർ, ഡിപ് ദ മാറ്റർ, എവരിബഡി ഹെൽത്ത് ഫീൽ ദ ബെറ്റർ. എന്താ ഇത്? ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയോ? അപ്പൊ മേഡം കൺവീൻസ് ആയി എന്നാ തോന്നുന്നു സാറേ. അതൊന്ന് കുടിച്ചു നോക്ക്. സിന്ധു നന്നായിട്ട് ഗ്രീൻ ടീ ഉണ്ടാക്കും. അതെ പിള്ളേരെ, നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? അവര് രണ്ടുപേരും പൈറസി ആയിട്ട് സംസാരിക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വാ. അത് പൈറസ് അല്ല മുത്തശ്ശി, പ്രൈവസിയാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോടാ കുമ്പളങ്ങ തലയാ. നമ്മൾ രണ്ടുപേരും തമ്മിൽ വേറെ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഒരു റിലേഷനും ഇല്ല. നിങ്ങൾ പോലീസ്, ഞാനൊരു സാധാരണ പെണ്ണാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആദരിക്കട്ടെ. ഈ കേസിനെ കുറിച്ച് ഇയാളുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്ന് രാത്രി പോലീസ് ടോർച്ചർ ചെയ്തായിരുന്നു, റൗഡികളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അത് കഴിഞ്ഞ് വാട്ട് ഈസ് ദിസ് കൃഷ്ണ? എന്താ ഇത്? IT ഓഫീസറുടെ മർഡർ കേസിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ചില സത്യങ്ങൾ. മഹേന്ദ്രന്റെ ആൾക്കാർ ശാസ്ത്രി എവിടെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയെ ടോർച്ചർ ചെയ്തതിനും വെബ്സൈറ്റ് മൂർത്തിയെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മഹേന്ദ്രമാണി കൊല ചെയ്തതും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് സർ. ശാസ്ത്രിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനേക്കാളും മഹേന്ദ്രമാണിക്കും പശുപതിക്കുമാണ് വളരെ ആവശ്യം. അതൊക്കെ കൃഷ്ണ, IT ഓഫീസറെ ശാസ്ത്രി എന്തിനാണ് കൊല ചെയ്തത്? ശാസ്ത്രി കൊന്നിട്ടില്ല സർ. അങ്ങനെയാണെങ്കിൽ അയാൾ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. സർ, ഈ മർഡർ എല്ലാ കൗണ്ടിലും അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. സംഭവം നടന്ന അന്ന് ഏകദേശം 12 മണിക്ക് MLA പശുപതിയുടെ വീട്ടിൽ IT ഓഫീസേഴ്സ് ശാസ്ത്രിയും നാരായണനും അവരുടെ ടീമോട് കൂടി MLAയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി. ആ റെയ്ഡിൽ അവർക്ക് 2 കോടി രൂപ പണമായിട്ടും 4 കിലോ സ്വർണമായിട്ടും പിന്നെ ചില ഹാർഡ് ഡിസ്കുകളും പെൻഡ്രൈവുകളും കൂടാതെ ബിനാമി പേരിൽ വാങ്ങിയിട്ടുള്ള ചില സ്വത്തുക്കളുടെ ഡോക്യുമെന്റ്സും സീസ് ചെയ്തു. നൈറ്റ് 11 മണിക്ക് നാരായണനും ശാസ്ത്രിയും അവരെടുത്തിട്ട് വന്ന ഫയൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത്
ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വീഡിയോ കിട്ടി. അത് MLA പശുപതി റൗഡി മഹേന്ദ്രൻ മാണിയുടെ ഭാര്യയുമായി കൊഞ്ചിക്കഴിയുന്ന വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കണ്ട നാരായണന് റെയ്ഡിനേക്കാളും ഇത് വളരെ പ്രധാനമായി തോന്നി. ഒട്ടും തന്നെ താമസിക്കാതെ നാരായണൻ പശുപതിക്ക് ഫോൺ ചെയ്തുകൊണ്ട് അരമണിക്കൂറിനുള്ളിൽ 1 കോടി രൂപ തന്നില്ലെങ്കിൽ ഈ വീഡിയോ മഹേന്ദ്രൻ മാണിക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അയ്യോടാ, എന്റെ മകളുടെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക. ആ 1 കോടി രൂപ ഇനി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം നല്ല ഗ്രാൻഡ് ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ നടക്കും. ഇതുമൂലം ഭയന്നു വിറച്ച പശുപതി മഹേന്ദ്രൻ മാണിക്ക് കാര്യമറിഞ്ഞാൽ തന്നെ കൊല്ലുമെന്ന് ഭയന്ന് ബുദ്ധിപൂർവ്വം നാരായണനെ കൊല ചെയ്താൽ തനിക്ക് മേയർ പദവി വാങ്ങിത്തരാമെന്നും പറഞ്ഞ് അസൈൻമെന്റ് ഉണ്ടാക്കി മഹേന്ദ്രൻ മാണിയുമായി കരാറിലേർപ്പെട്ടു. റൗഡികളെല്ലാം വിഡ്ഢികളാണെന്ന് തെളിയിക്കും വിധം മഹേന്ദ്രൻ മാണി കാരണമെന്തെന്ന് പോലും ചോദിക്കാതെ നാരായണനെ അതിക്രൂരമായി കൊല ചെയ്തു. ഇതിലറിയാതെ കുടുങ്ങിപ്പോയത് ആരാണെന്ന് വെച്ചാൽ IT ഓഫീസർ നാരായണനെ ഫോളോ ചെയ്തു വന്ന ശാസ്ത്രികൾ. മഹേന്ദ്രൻ മാണി നാരായണനെ കൊല ചെയ്യുന്നത് ശാസ്ത്രികൾ തന്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. അതുവരെ പശുപതിക്ക് മാത്രമേ റിസ്ക് ഉണ്ടായിരുന്നുള്ളൂ. ശാസ്ത്രി എടുത്ത വീഡിയോ കാരണം ഇപ്പൊ മഹേന്ദ്രൻ മാണിക്കും റിസ്ക് ഉണ്ടായി. അങ്ങനെ ഒരേ ഒരു രാത്രി കൊണ്ട് തന്നെ ഒരു MLAയ്ക്കും അതിഭയങ്കരനായ റൗഡിക്കും പൊതുശത്രുവായി മാറുകയായിരുന്നു ശാസ്ത്രി. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വായ് മൂടിക്കെട്ടി പണം വാരിയെറിഞ്ഞ് എല്ലാ ചാനലുകളിലും ഈ വിഷയം വലിയ ചർച്ചയാക്കി. ശാസ്ത്രിയാണ് തന്റെ മേലധികാരിയെ കൊല ചെയ്തതെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. എന്നാൽ എന്തിനാണ് കൊന്നതെന്നും അതിനുള്ള കാരണം എന്താണെന്നും ആരും അന്വേഷിച്ചില്ല സർ. തന്റെ മേലധികാരിയെ കൊല ചെയ്യാനുള്ള അത്ര വൈരാഗ്യം എന്തിനാണെന്ന് പോലും ആരും അന്വേഷിച്ചില്ല സർ, ഇൻക്ലൂഡിംഗ് മൈസെൽഫ്. അതിനുള്ള കാരണം തന്നെയും തന്റെ ഫാമിലിയെയും കൊല ചെയ്യുമെന്നുള്ള ഭയത്താൽ ശാസ്ത്രി ഒളിച്ചോടിയത് തന്നെയാണ്. ഇതെന്റെ എൻക്വയറിയിലൂടെ മനസ്സിലായ ചില സത്യങ്ങൾ മാത്രമാണ് സർ. ഇത് തെളിയിക്കാൻ രേഖകളില്ല സർ. ശാസ്ത്രിയുടെ കയ്യിലുള്ള IT ഓഫീസറെ കൊല ചെയ്യുന്ന വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഈ മർഡർ കേസ് തന്നെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രം കിട്ടിക്കഴിഞ്ഞാൽ പശുപതി മഹേന്ദ്രൻ മാണിയുടെ ഭാര്യയുടെ കൂടെയുള്ള രഹസ്യ വീഡിയോയും സംഘടിപ്പിക്കാൻ സാധിക്കും. അതിനുശേഷം അയാളുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാം. ഇന്ന് മഹേന്ദ്രൻ മാണിയെ ഞാൻ കാണാൻ പോവുകയാണ്. എനിക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഞാൻ സാറിനെ വിളിച്ച് പറയാം. ഓക്കെ സർ, താങ്ക് യു സർ. മഹേന്ദ്രമണി വൈഫിന്റെ ഇല്ലീഗൽ വിഷയം അയാളോട് പറയാൻ പോവാ. അയാൾക്ക് ഇക്കാര്യം അറിയാത്തത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പശുപതിയെ വെട്ടിക്കൊന്ന് കളയുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു യൂസ് ഒന്നുമില്ല. ഒരു മോശമായ വീഡിയോയ്ക്ക് വേണ്ടി മർഡറും ചെയ്ത് ഒരു കുടുംബത്തിന്റെ സമാധാനവും നഷ്ടപ്പെടുത്തി ശാസ്ത്രികളെ ഒളിവിൽ വിട്ട പോലെ അതുപോലെ ഇല്ലാത്തൊരു വീഡിയോയുടെ കാര്യവും പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോവാ. വീണ്ടും അവനെ വെച്ച് തന്നെ ആ കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പോവാ ഞാൻ. സൂപ്പർ സാറേ. To town with the guns blazing, you gotta pay for your hell raising. He's got the brains and the brawn and the bullets firing off like a locomotive with fuel to its full. Abu Bangada. ഒന്ന് നിർത്തടാ. ACP സാറ് വന്നത് നിങ്ങൾ കണ്ടില്ലേ? സാറിന് എന്താ വേണ്ട, ചായ കാപ്പിയോ? എനിക്ക് നിന്നെ തന്നെ വേണ്ടത്. എന്താ പോരുന്നോ? സാറിന് എടുത്ത് ചാട്ടം കൂടുതലാണേ. ജേഴ്സി പശുവിന്റെ പാല് നല്ല കൊഴുപ്പായിരിക്കും. അതുകൊണ്ട് നല്ലൊരു കാപ്പി ഉണ്ടാക്കി തരാൻ പറയാം. സാറത് കഴിച്ചിട്ട് പോ. ദിവസവും ഞാൻ അതാ കഴിക്കാറ്. വേണ്ട, അത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ പോലെ കൊഴുപ്പ് കൂടിയിട്ട് കൊല ചെയ്യണമെന്ന് തോന്നും. സാർ ഇങ്ങനെ അറുത്തു മുറിച്ചൊന്നും പറയല്ലേ. കളിയാക്കൊന്നും വേണ്ട മഹേന്ദ്രൻ മാണി. IT ഓഫീസറെ നീയും പശുപതിയും കൂടി കൊല ചെയ്തിട്ട് ആ കുറ്റം ശാസ്ത്രിയുടെ തലയിൽ വെച്ച് കിട്ടി. ഈ മർഡർ കഴിഞ്ഞ മാസം സാർ, ഞാൻ കഴിഞ്ഞ മാസം MLAയുടെ കൂടെ ഡൽഹിയിലായിരുന്നു സാർ. ഞാൻ വേണമെങ്കിൽ ഫോൺ ചെയ്ത് തരാം. സാറും സംസാരിച്ചു നോക്ക്. ഒരു മിനിറ്റ്. ഹലോ. ആ ചേട്ടാ, നമ്മുടെ ACP സാർ വന്നിട്ടുണ്ടേ. നമ്മൾ രണ്ടുപേരും ചേരുന്ന ഒരു IT ഓഫീസറെ കൊന്നോ അങ്ങനെ എന്തൊക്കെയോ സാറ് പറയുന്നുണ്ട്. ഫോൺ കൊടുത്തേ നീ. MLA ആണ് സാർ, സംസാരിക്കും. എടോ ACP, തന്നെ കേസ് ഏൽപ്പിച്ചത് യഥാർത്ഥ കുറ്റവാളി ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ, അല്ലാതെ നിരപരാധികളെ ക്രൂശിക്കാൻ വേണ്ടി അല്ലടോ. നിരപരാധികളോ? ആര്? ഇവനോ അതോ നിങ്ങളോ? എടോ, കൊലപാതകം നടത്തിയ പ്രൂഫ് വേണ്ടേ? പ്രൂഫ് ഉണ്ടെങ്കിൽ സംസാരിക്കേ. തന്റെ ഈ പ്രൂഫ് ഉണ്ടോ? പ്രൂഫായിട്ട് തന്നെ വന്നിരിക്കുന്നത്. പെൻ ഡ്രൈവ്.
പെൻഡ്രൈവോ? അതിലെന്താ ഉള്ളത്? ഏത് വീഡിയോ ആണ് നിങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്നിരുന്നോ? ആ റൊമാൻറ്റിക് സെൽഫി വീഡിയോ തന്നെ. 4 minutes HD ക്വാളിറ്റി, ഫുൾ ക്ലാരിറ്റി. തന്റെ ഉണ്ടെന്നാ എങ്ങനെ വിശ്വസിക്കുന്നേ? നിങ്ങളുടെ സെല്ലിലെ യൂട്യൂബില് ഹാപ്പി ആയിട്ട് കണ്ടോ? ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. എന്റെ പൊന്നെ ACP സാറേ, ഞാൻ എല്ലാം വിശ്വസിക്കാം കേട്ടോ. സാറേ, ആ വീഡിയോയെ കുറിച്ചോ ആ വീഡിയോയിലുള്ള ഐറ്റത്തെ കുറിച്ചോ ഒന്നും വെളിവിട്ടേക്കല്ലേ സാറേ. ഞാൻ നേരിട്ട് വന്ന് സാറിനെ കണ്ടോളാം. എന്റെ അനിയന്റെ ആ ഫോൺ ഒന്ന് കൊടുത്തേ. പറയട്ടാ. ശരിക്കും കേട്ടോ, നീ അവനെ അടിക്കുവോ കൊല്ലുവോ ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ആ പെൻഡ്രൈവ് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അവനുമായിട്ട് ഒരു ചർച്ചയും വേണ്ട. ചുറ്റിയെടുത്ത് അവനെ നിലത്തടിച്ചോ. പുള്ളി ഭയങ്കര ദേഷ്യത്തിലാ. അതിങ്ങ് തന്നേക്ക്. മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പണം തരും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോവില്ല. ഇതിന്റെ പേരാണ് വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളത്. ഇവിടെ നോക്ക്, MLA വീഡിയോ എങ്ങനെയാണോ ഈ പെൻഡ്രൈവിൽ വന്നത് അതേപോലെ തന്നെ IT ഓഫീസർ നീ കൊല ചെയ്തില്ലേ, ആ വീഡിയോയും ശാസ്ത്രിയുടെ ഫോണിൽ നിന്ന് എൻ്റെ കയ്യിലെത്തും. ഒരാഴ്ചക്കുള്ളിൽ കിട്ടിയിരിക്കും. അപ്പം ഞാൻ വീണ്ടും വരും നിങ്ങളെ രണ്ടുപേരെയും ആഴിക്കുള്ളിലാക്കാൻ വേണ്ടി. പാവങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ട് പോലും 1.5 അടിയാ കൊണ്ടിരിക്കുന്നത്. പക്ഷെ തെറ്റ് ചെയ്ത് നിന്നെ ഒരടി പോലും അടിക്കാതെ വിട്ടാ എന്റെ പ്രൊഫഷന്റെ ഗെറ്റപ്പ് തന്നെ പോകൂടാ. ഇപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അവനെ വെറുതെ വിടാൻ പാടില്ല. ഫോൺ റിംഗ് ചെയ്യുന്നു. അത് പൂജാരിയാ. ദിവസവും നിങ്ങളുടെ പേര് അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ വിളിക്കുന്നത്. പ്രസാദം തരാൻ വേണ്ടിയാ പൂജാരി വിളിക്കുന്നത്. ഹലോ, ആ പറഞ്ഞോളൂ. ഹലോ, എന്താ വിളിച്ചേ? നമ്മുടെ വെള്ളം കൂടി മുട്ടി മോളെ. നമ്മുടെ ലവ് സ്റ്റോറി വിഷ്വലില്ലേ, ആ ACPയുടെ കൈ കിട്ടിയെന്ന് പറയുന്നു. എന്നിട്ട് കുറച്ചു നേരം മുമ്പ് ആ ACPയെ പെൻഡ്രൈവ് ആയിട്ട് അവിടെ വന്നിരുന്നേ. നിന്റെ കെട്ടിയവന്റെ കയ്യിലെങ്ങാണോ അത് കിട്ടിയിരുന്നെങ്കിലേ കൊന്നു കൊല വിളിച്ചേനെ നമ്മളെ രണ്ടുപേര്. നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നേ. അവൻ എന്ത് ചെയ്തോണ്ടിരിക്കുക അവിടെ? അങ്ങേർക്ക് അടി കിട്ടിയ സ്ഥലത്ത് കുഴമ്പ് തേച്ചോണ്ടിരിക്കുകയാണ്. എന്റെ അയ്യപ്പാ, കുറച്ച് സമാധാനായി. അതല്ലേ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാതെ പ്രശ്നമാകൂന്ന്. സെൽഫി എടുക്കണം, ഗുൽഫി എടുക്കണം എന്നും പറഞ്ഞ് മുഖം ചേർത്ത് വെച്ച് ഇല്ലാത്ത കോമളത്തരമൊക്കെ കാണിച്ചപ്പോ ഓർക്കണമായിരുന്നു. സെൽഫി നമ്പർ 74, 75, 76. അല്ലെങ്കിൽ തന്നെ എന്റെ ഗ്യാസ് പോയിരിക്കാൻ എന്നെ വഴക്ക് പറയാതെ. ഇത് കേക്ക്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എന്നെ ഒന്നും ചെയ്യത്തില്ല. കാരണം ഞാനെന്ന് വെച്ചാൽ അങ്ങനെ മരിക്കും. എന്നോടൊന്ന് ചിരിച്ച് ശൃംഗരിച്ചതിനെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ വെട്ടിക്കൊന്ന ആളാ അത്. അപ്പൊ നിങ്ങളെ എന്നാ ചെയ്യുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കൊച്ചെ, നീ ചുമ്മാ പേടിപ്പിക്കാതെ. അല്ലെങ്കിൽ തന്നെ വിറച്ചിട്ട് മൂത്രം പോവാ. ഞാൻ അവനെ സൈസ് ആക്കിക്കോളാം. നീ ഒന്ന് ഫോൺ കട്ട് ചെയ്തേ.
നീ മുന്നോട്ട് നോക്കി ഓടിക്കടേ. ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് രസിക്കുക. അനിയ മഹേന്ദ്ര മാക്സിമം ട്രൈ ചെയ്തു. അവൻ പെൺഡ്രൈവുമായിട്ട് പോയി. എന്ത് ചെയ്യാനാ? ലീവ് ഇറ്റ്. അല്ലേട്ടാ, ചേട്ടൻ എങ്ങനെ അറിയാം ഞങ്ങൾക്ക് പെൺഡ്രൈവ് കിട്ടിയില്ലെന്ന്? എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടല്ലേ വന്നേ? എന്തുവാടേ, നീ ഡയറക്ടർ ഐ വി ശശി ഒന്നും അല്ലല്ലോ. കഥ തിരിച്ചു മറിച്ച് നിന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ വേണ്ടി നീ മിണ്ടാതെ കരുതാ മതി കേട്ടാ. ഓഷൻ അനിയ മഹേന്ദ്ര, ഒരു ചെറിയ അടിയല്ലേ, അങ്ങ് മറന്നേക്ക്. മറക്കാനോ? ഇത് ഞാൻ മറക്കാനോ? ദേ, ആ ശാസ്ത്രി ACP കയ്യിലെങ്ങനെ കിട്ടിയാലുണ്ടല്ലോ, ആ വീഡിയോ പുറത്താവും. പിന്നെ ഞാൻ ജയിലിൽ പോകുന്ന ഉറപ്പാ. അപ്പൊ പിന്നെ ഒരിക്കലും എനിക്ക് മേയറാവാൻ കഴിയില്ല. ഈ ജീവിതം നടക്കില്ല. നിങ്ങൾ മേയർ ആവുന്നേ, ടെൻഷൻ അടിക്കാതെ. എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇതൊക്കെ ഓർക്കുമ്പോ എങ്ങനെ കരയാതിരിക്കുന്ന? അമ്മയ്ക്ക് പ്രസവ വേദന, മകൾക്ക് വീണവായന. അനിയ മഹേന്ദ്ര, നിന്റെ പവർ വെച്ചിട്ട് അവന്റെ പവർ കമ്പയർ ചെയ്താ അവനൊരു ചെറിയ എലിയാണെങ്കിൽ നീ ഒരു വലിയ പെരിച്ചാഴി എലിയല്ലേ? ആ ശാസ്ത്രി കോന്തനെ ACP പിടിക്കുന്നതിന് മുമ്പ് നിനക്ക് പിടിച്ചൂടെ? എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് വീഡിയോ വാങ്ങൂ. ഞാൻ ആ ACPയുടെ കയ്യെ പിടിച്ചോ കാലെ പിടിച്ചോ ജട്ടി കഴുകി കൊടുത്താണെങ്കിലും എന്റെ വീഡിയോ ഞാൻ വാങ്ങിച്ചോളാന്നേ. MLA വാങ്ങിച്ചോളൂന്നേ. ആ കണ്ടില്ലേ നിന്റെ ചക്കര പോലും സപ്പോർട്ട് ചെയ്തത്. ഇനി സമയം കളയണ്ട. ആ ശാസ്ത്രി എവിടെയുണ്ടെങ്കിലും എന്റെ മുൻപിൽ എത്തിയിരിക്കണം. എന്റെ കാൽ കീഴിൽ കിട്ടണം അവനെ. ചേട്ടൻ പറയുന്ന പോലെ. ഓരോ സൈഡിൽ നിങ്ങളുടെ അച്ഛനെ ശനി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സൈഡിൽ നിന്ന് ശുക്രൻ നിങ്ങളെ സഹായിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. എനിക്ക് എല്ലാ കാര്യവും അറിയാവിടാ, മോട്ട തലയാ. മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം? ആ ശുക്രനെ നമ്മുടെ കൃഷ്ണനല്ലയോ നമുക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി നടക്കുക. ശുക്രന്റെ മിത്രാഗ്രഹം ബുധൻ. ആ ബുധൻ 3-ാം സ്ഥാനത്തേക്ക് വന്നു എന്നാൽ സകല സൗഭാഗ്യങ്ങളും വന്നു എന്നർത്ഥം. ഇത് നോക്ക് മുത്തശ്ശി, ഇത് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോവാ. അമ്മച്ചി, ഏതോ ഭിക്ഷക്കാരൻ കിടന്ന് വിളിക്കുന്നടി, എന്തെങ്കിലും പൈസ ഉണ്ടെ കൊടുത്തു വിട്. അമ്മച്ചി, MLA പശുപതിയാ വന്നേക്കുന്ന കേട്ടാ. MLA പശുപതി വന്നിരിക്കുന്നോ? സാർ ഞങ്ങളുടെ വീട്ടിലേക്ക് ACP കൃഷ്ണന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ ഞാന്. ഇന്നലെ രാത്രി എനിക്ക് ഫോൺ ചെയ്തിട്ട് കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. സിന്ധുവിന്റെ കുടുംബത്തിൽ അച്ഛനില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുവാണെന്ന്. MLA വേണ്ടുന്ന നടപടി എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് കാലത്തെ പല്ലുപോലും തേക്കാതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യേ, പല്ല് പോലും തെറ്റിട്ടില്ല. ചേച്ചേ, ഞങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം. നിങ്ങൾ ഇവിടെ നിപ്പ പൊക്കോളൂ. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നേ? വന്നിരിക്കുന്ന ആരാണെന്ന് വിചാരിച്ചാ? ബുധൻ സഹായിക്കാൻ വരുമെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ. മോളെ, ഈ ചെരുപ്പ് ദേ മോടെ കാലിന് കറക്റ്റ് ആണോ നോക്കിയേ. നല്ലതാ. ഒരു MLA അവസ്ഥ കണ്ടില്ലേ? പോടാ വാടാന്നൊക്കെ പറയാതെ നിങ്ങൾ ചെരുപ്പിട്ട് കൊടുക്കാൻ പാടില്ല. അതെ, നിങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കൊച്ചിന്റെ കാലിൽ ചെരുപ്പിട്ട് കൊടുത്തത്. ദേവി തന്നെ തടയരുത്. ഈ കാലിൽ കൂടെ ഞാൻ ചെരുപ്പിട്ട് തരാം. എടാ മാങ്ങാ തലയാ, പോയി ചെരുപ്പിട്ട് കൊടുക്കടാ. എടാ വേഗം നീ എന്ത് ചെയ്യാ? കൊണ്ട് വെക്കടാ അകത്തത്. നല്ല നോക്കിയും കണ്ടു വിടാൻ നോക്കടാ. കാലൊടിഞ്ഞു പോടാ ചെറുക്ക. വേറെ ചെരുപ്പ് ഇനി ഉണ്ടാവുമല്ലോ അവിടെ. പോയി എടുത്തോണ്ട് വാടേ. കാലൊന്ന് നീട്ട് പെങ്ങളെ, ഇതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറ. ചേട്ടാ, പെങ്ങൾ ഇടുന്നില്ല ഏട്ടാ. എന്താ മോളെ, ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല? എറണാകുളം ജെട്ടിന്ന് ഒരുപാട് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന്. അത് ഇട്ടാലുണ്ടല്ലോ കാല് പളപളപളാന്ന് മിന്നില്ലേ. എനിക്കതൊന്നും വേണ്ട. പിന്നെ എന്താ അയാൾക്ക് വേണ്ടത്? മെഡിക്കൽ സീറ്റ്. നിങ്ങൾ കേട്ടത് ശരിയാണ്, മെഡിക്കൽ സീറ്റ് തന്നെയാ വേണ്ടത്. ഹേ ക്രിഷ്, when did you come? Hey Pashupati, when did you come? Right now. I came right now. Oh, you also right now? Yes. Let's go for a personal talk, yeah? Yes. What a coincidence. Yes. What a coincidence. ACP, ഇപ്പൊ മെഡിക്കൽ സീറ്റിന് നല്ല കൊയ്ത്താ കേട്ടോ. അപ്പൊ തനിക്കിത് ചീപ്പായിട്ടാണ് തോന്നുന്നത്? അയ്യോ, അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. പ്ലീസ്, മോഹൻലാലിന്റെ ബിഗ് ബോസ് പ്രോഗ്രാം എന്ന് കരുതിയാൽ മതി. പോയി സന്തോഷിപ്പിക്കുന്നേ. അവരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് തന്നേക്കാം. അതല്ലേ നിങ്ങളുടെ ആഗ്രഹം? കണ്ടിന്യൂ. അത് വലിയ കഷ്ടമല്ലേ? ഇപ്പൊ തന്നെ താൻ കാരണം അവർ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. അവർക്ക് വീണ്ടും സന്തോഷം തിരിച്ചിട്ടെ. അപ്പൊ ഞാനത് എനിക്ക് തന്നേക്കാം. അത് ശരിയാ കൃഷ്ണ, പക്ഷെ എനിക്ക് ഫൈനാൻസ് പ്രോബ്ലം ഉണ്ടല്ലോ. എന്നാ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം. വ്യൂവർഷിപ്പ് അധികം കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും. ആ പൈസ വെച്ച് സീറ്റ് വാങ്ങാലോ. സൂപ്പർ ഐഡിയ സാറേ. ഇപ്പൊ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാന്നേ. ഓടിയനെ വരെ ഓടിക്കും. എന്തുവാടെ ഇത്? മോഹൻലാലിന്റെ ഒടിയന്റെ ട്രെയിലർ ആണോ? അതോ ദുൽഖറിന്റെ അടുത്ത പടത്തിന്റെ ട്രെയിലറോ? അതോ ടൊവിനോയുടെ പുതിയ പടത്തിലെ ഗെറ്റപ്പോ? എടാ, അത് കണ്ടാ പ്രശ്നമാടാ. അത് റിലീസായി എന്റെ ജീവിതം കോഞ്ഞാട്ടയാ. ACP, ഇപ്പൊ മെഡിക്കൽ സീറ്റിന് കാശ് വേണം. അത്രയല്ലേ ഉള്ളൂ. സാർ എന്തിനാ സാർ ഈ ചെയർ? മെഡിക്കൽ സീറ്റ് വേണം. ഓൾറെഡി ഫില്ലായല്ലോ സാർ. അതിനാണല്ലോ ഈ സീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കംഫർട്ട് ആയിരിക്കില്ല, എങ്കിലും കൊച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ.
കസേര എടുത്ത് ക്ലാസ്സിനകത്തിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാൻ നോക്ക്. സാർ, മാനേജ്മെന്റ് ക്വാർട്ടയിലെ സീറ്റിന്റെ റേറ്റ് ഒക്കെ അറിയാമല്ലോ. അറിയാടോ, അതിങ്ങെടുക്ക്. ഈ ലക്ഷ്മി ദേവിയെയും പഠിക്കാൻ വന്ന ഈ സരസ്വതി ദേവിയെയും നിങ്ങളെ ഞാൻ അങ്ങ് ഏൽപ്പിക്കുക. എല്ലാം പഠിപ്പിച്ചിട്ട് കഴുത്തിൽ ഒരു മെഡലും കെട്ടി അയക്കണം. ചേട്ടാ, അപ്പൊ ഗോൾഡ് മെഡൽ കിട്ടിയില്ലെങ്കിലോ? അതൊക്കെ വാങ്ങൂടെ. സാറിന്റെ കയ്യിൽ നിന്ന് സീറ്റ് വാങ്ങിയില്ലേ, പിന്നെ സ്വർണം വാങ്ങില്ലേ? വളരെ നന്ദിയുണ്ട് സാർ. എന്താ മോളെ ഇത് കൊച്ചുകുട്ടികളെ പോലെ കരയുന്നത്? എന്റെ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ സാർ ചെയ്തു തന്നത്. എടാ, സീറ്റ് ഞാനല്ലേ വാങ്ങിച്ചു കൊടുത്തത്. താങ്ക്സ് അവിടെ ആണല്ലോ. ഇവിടെ നോക്ക്, നന്നായി പഠിച്ച് ഡോക്ടർ ആവണം. അതുപോലെ തന്നെ സീറ്റ് വാങ്ങി തന്ന അയാൾക്ക് ഫ്യൂച്ചറിൽ ഹാർട്ട് അറ്റാക്ക്, BP, ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം. ആ പെണ്ണിന്റെ ചികിത്സ പഠിക്കാൻ വേണ്ടി എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരണമെന്നോ? വന്നാലെന്താ, ആ കൊച്ചു ട്രീറ്റ്മെന്റ് ചെയ്യുമല്ലോ. വേണ്ടി വന്നാൽ ഫ്രീ ആയിട്ട് ചേട്ടന്റെ ബോഡി വരെ പോസ്റ്റ്മോർട്ടം ചെയ്യുമല്ലോ. ക്ലാസ്സിന് സമയം മോള് പൊക്കോ. ഞാൻ പോയിട്ട് വരാം. എന്താ സിന്ധു ഇത്? ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇമോഷണൽ ആവുമോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ചെറിയ കാര്യമായിരിക്കാം, എന്നാൽ ഞങ്ങൾക്ക് ഇത് വലിയൊരു കാര്യമാണ്. വളരെ നന്ദിയുണ്ട് സാർ. എടാ ചേട്ടാ, ACP നല്ല മൂഡിലാണ്. ഒരു സൂപ്പർ പാർട്ടി കൊടുത്തിട്ട് 3 പെഗ് അടിപ്പിച്ചിട്ട് പെൻ ഡ്രൈവ് നമുക്ക് കയ്യിലെടുക്കണം. കൂടെ വാ കൃഷ്ണ, ഒന്ന് നിന്നേ. ആ കണ്ണിൽ കണ്ട ആനന്ദ കണ്ണീർ കണ്ടിട്ട് എന്റെ മനസ്സും വല്ലാതെ സന്തോഷിച്ചു മോനെ. അതെ സാറേ, ഞങ്ങളെ പോലുള്ള റൗഡികളെ വെച്ച് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ചേട്ടന്റെ ഹോട്ടലിൽ വൈകുന്നേരം വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ, ഞങ്ങളുടെ സന്തോഷത്തിന് ഈ ചെറിയ ഔദാര്യം സ്വീകരിച്ചേ പറ്റുള്ളൂ. എന്നാ ശരി, ഇനി പറയണം സാർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ. കൃഷ്ണ, ഇപ്പൊ നമ്മുടെ മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുക. ആകെയുള്ളൊരു മാർഗം മഹേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതത്ര എളുപ്പമല്ല. MLA പശുപതിയുടെ ഇൻഫ്ലുവൻസ് നിനക്കറിയാലോ. കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടാണെങ്കിലും അയാൾ അവനെ പുറത്തു കൊണ്ടുവരും. ഈ കേസ് തെളിയിക്കാനും ആ ഫാമിലിയെ രക്ഷിക്കാനും പശുപതി ഉപയോഗിച്ചേ പറ്റൂ. നമുക്ക് വേറെ മാർഗമില്ല. ഓക്കെ സാർ, അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. നമസ്കാരം MLA സാർ. കൃഷ്ണ, റെസ്പെക്ട് എത്ര വേണേലും തരാം, പക്ഷെ ഇത് മാത്രം തരില്ല. ആദ്യം നിങ്ങൾ കൊണ്ടുവന്ന് തരൂ. ലാസ്റ്റ് ടൈം ചെരുപ്പും പഴമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു, പക്ഷെ ആർക്കും അങ്ങോട്ട് തൃപ്തിയായില്ല. ഈ പ്രാവശ്യം ഈ വീടിനകത്ത് ഇലക്ട്രോണിക്കിന്റെ ബഹളം തന്നെ. ആ സ്കൂൾ കുട്ടികളും കോളേജ് പിള്ളേരും പാചകം ചെയ്യുന്ന വല്യമ്മമാരും എല്ലാരും ഇങ്ങോട്ട് ഒരു ആപ്പിൾ വന്നിട്ടുണ്ട്. എടാ, ഈ നല്ല ഫാമിലിക്ക് കൊടുക്കണ സമ്മാനം. ഡോക്ടർ കുട്ടിക്ക് ഒരു ആപ്പിളിന്റെ ലാപ്പ് കൊടു. ആ കൊടുക്ക്. രണ്ടാമത്തെ കുട്ടിക്ക് ഒരു ടേപ്പ് മേക്കപ്പ് കിറ്റും കൊടു. അത് കലക്കി. മൂന്നാമത്തെ കുട്ടിക്ക് ഡിസൈനർ ഡ്രസ് അങ്ങ് കൊടു. അത് കിടുക്കാച്ചി. മുത്തശ്ശിക്ക് iPhone 6X ലേറ്റസ്റ്റ് പിങ്ക് കളറ് ലേഡീസ് ഫോണ് വാങ്ങിച്ചോ. ഇതുകൊണ്ട് ഞാൻ എന്ത് കാണിക്കാനാ? എന്റെ മുത്തശ്ശി സത്യന്റെ കാലത്തൊന്നും വാട്സപ്പ് ഇല്ലായിരുന്നുള്ള കാര്യം അറിഞ്ഞൂടെ? ഇതുണ്ടെങ്കിലേ സത്യനല്ല ആരുടെ സിനിമ വേണേലും കാണാന്ന്. കൃഷ്ണ, ഈ കുടുംബത്തിന്റെ സന്തോഷമാണ് അനിയന്റെ സന്തോഷം, അനിയന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്റെ സന്തോഷം എന്താണെന്ന് അനിയനറിയാം. എനിക്കത്ര സന്തോഷമൊന്നുമില്ലല്ലോ. അതെന്താ ഇല്ലാത്ത? അയ്യോ, ഇന്നലെ കോളേജ് സീറ്റ്, ഇന്ന് സീറ്റ് വെക്കാനിടയില്ലാത്ത സാധനങ്ങള്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇതിനു മേലെ എന്താണ് വേണ്ടത്? മുത്തശ്ശി, ഒരുപാട് കാലമായിട്ട് ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നില്ലേ? അതെന്താന്ന് പറയാ, നിറവേറ്റി തരും. മുത്തശ്ശി, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മനസ്സിലൊന്നും വെക്കണ്ട, ലഡു പൊട്ടിക്കാം. ഈ വീട് വളരെ പഴഞ്ചനാണ്. വീടാന്നേ. ചുണ്ണാമ്പൊക്കെ ഒരുപാടൊന്നും വേണ്ട. ഒരു 30 കോടി ചെലവ് ചെയ്ത് പുതിയ ഫാഷനിലൊന്ന് പണിത് തന്നാ 10 തലമുറയ്ക്ക് ഉപയോഗിക്കാം. ചെയ്തു കൊടുത്തേക്കണേ. നിക്കേട്ടാ, ചേട്ടൻ ഇതൊക്കെ വലിയ കാര്യമാണോ? എന്തൊരു ചോദ്യമായത്? കുഴിയിലോട്ട് കാര്യം നീട്ടിയിരിക്കുന്ന അമ്മച്ചി, ചോദിക്കുന്നതിന് ഒരു മര്യാദ ഇല്ലേ? ആഹാരം ചോദിക്കാം, ഒരു സാരി വേണേ ചോദിക്കാം. 30 കോടിയാണ് ചോദിക്കുന്നത്. എന്റെ വീടേ 3 കോടിയാ. എന്റെ കിളവി മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക്? ഇട്ടോ കൃഷ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലിലൊക്കെ ഇട്ടോ. മുത്തശ്ശി, നമുക്ക് അത്രയ്ക്കൊന്നും വേണ്ടതെ. മുത്തശ്ശിക്കും മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നേ. അത് എന്റെ ചെറിയ പേരക്കുട്ടിക്ക് ഒരു ചടങ്ങ് കഴിക്കാനുണ്ട്. മുത്തശ്ശി, ചോദിച്ചാ ഇങ്ങനെയൊക്കെ വേണ്ട ചോദിക്കാന്. എടാ ചേട്ടാ, കാഞ്ചീപുരം പട്ടുസാരി ഉണ്ടല്ലോ, 5 എണ്ണം അങ്ങ് വാങ്ങ. 25 പേർക്ക് ആഹാരം കൊടുക്കണം. പൂവും അലങ്കാരവും മേളവും പാട്ടും എല്ലാം വേണം നമുക്ക്.
അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ഇതങ്ങനെ ചെയ്താലോ? നിങ്ങളുടെ മകൾക്ക് എങ്ങനെ ഗ്രാൻഡ് ആയിട്ട് ചെയ്തോ അതുപോലെ തന്നെ ഇതും ചെയ്യണം. എന്താ സാറേ ഇത്? എന്റെ ചേട്ടന്റെ വീട്ടിലെ കല്യാണം വെച്ചാൽ അതിന്റെ റേഞ്ച് തന്നെ വേറെ അറിയോ? ആ റേഞ്ചാണ് ഞങ്ങൾക്ക് വേണ്ടത്. എനിക്ക് ആ മറ്റേ സാധനത്തിന്റെ നിങ്ങൾ ആദ്യം അത് സാറ്റിസ്ഫൈ ചെയ്യുക, അപ്പൊ ഞാനത് സാക്രിഫൈസ് ചെയ്യാം. കള്ളവല്ലോ, സത്യമല്ലേ? ആ എന്നെ എന്തിനാ നോക്കുന്നേ? അങ്ങോട്ട് നോക്ക്. അച്ഛാ, ചെറിയവളുടെ ഫംഗ്ഷൻ കൃഷ്ണ സർ നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്താൻ പോവാ. അച്ഛന്റെ ഒരു കുറവ് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ വരാൻ നോക്ക്. ശരി, നോക്കാം. പോയ കാര്യം എന്തായടാ? ഫ്രണ്ട്സിനോടും കൂടെ ജോലി ചെയ്യുന്നവരോടും ബന്ധുക്കളോടും എല്ലാവരോടും അന്വേഷിച്ചു ചേട്ടാ. ഒരു പ്രയോജനം ഉണ്ടായില്ല. അവന് നമ്മുടെ കൈ തന്നെ കിട്ടും ചേട്ടാ. വേണം. ശരി ചേട്ടാ. അയ്യോ, എന്ത് വേഗത്തിലാ സൈൻ ചെയ്യുന്നത്? ശിവാജി പടത്തിലെ രജനീകാന്ത് പോലും ഇങ്ങനെ സൈൻ ചെയ്ത് കാണില്ല. സാറേ ഇതിലൊന്നിട്ടേക്ക്. 10 ലക്ഷോ? എന്തിനാ? ആർക്ക് വേണ്ടിയാണ് ഇത്രയും പൈസ ഞാനിപ്പോ മുടക്കേണ്ടത്? മജീഷിന് വേണ്ടിയിട്ടാ സാറേ. ആ ഹായ് ഗൈസ്, ദിസ് ഈസ് മാജിക് തങ്കമ്മ. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ മാജിക് കാണിക്കുന്നത് കണ്ടറിയില്ല. 1000 500 വാങ്ങിക്കാൻ ഞാനെന്താ പിച്ചക്കാരനൊന്നും അല്ല നിങ്ങളുടെ മുമ്പില്. മാജിക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്നാ ഈ സ്പോട്ടിൽ ഇവിടെ എന്തെങ്കിലും ഒരു മാജിക് കാണിച്ചപ്പോ ആബ്രകഡാബ്ര തേങ്ങാക്കൊത്ത്. ഓ ആബ്രകഡാബ്ര ആബ്രകഡാബ്ര തേങ്ങാക്കൊത്ത്. ഓപ്പൺ ഇറ്റ്. ആരുടെ ഇത്രയും നാറ്റം പിടിച്ച ഈ ജട്ടി? നിങ്ങളുടെയോ? എന്റേതോ? എന്തുവാടേ ആ സ്ഥാനത്ത് നോക്കി നിൽക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ ഇത് എന്റെ തന്നെ ആണോ എന്ന്. ആ ശരിയാണല്ലോ, ഇത് എന്റെ തന്നെ. എനിക്ക് നല്ല സംശയമുണ്ട്, വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിങ്ങൾ ശരിക്കും മജീഷ്യൻ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഈ സ്പോട്ടിൽ തന്നെ ഇയാളുടെ നിൽക്കുന്ന അപ്രത്യക്ഷമാക്കി. ഓക്കേ, ആബ്രകഡാബ്ര തേങ്ങാക്കൊത്ത്. ഓപ്പൺ ഇറ്റ്. എന്നടാ തനിക്കെന്താ നിക്കറില്ലടോ? ഇയാൾക്ക് വല്ല കൊച്ചു പിള്ളേരുടെ മുമ്പിൽ മാജിക് കാണിക്കാൻ പറ്റുള്ളൂ. എന്താ ഇത്? വെറും ഇലാസ്റ്റിക് മാത്രം, ഉള്ളിലെ ക്ലോത്ത് എന്തേ? ക്ലോത്ത് ചോദിക്കുന്ന കേട്ടില്ല, പറയടാ. അതെ സാർ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞ ഇലാസ്റ്റിക് മാത്രം, അതുകൊണ്ടാ ക്ലോത്ത് കട്ട് ചെയ്ത്. മതിയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓ, യു ആർ സൂപ്പർ. യു ആർ നോട്ട് ഓർഡിനറി. സൂപ്പർ സൂപ്പർമാൻ സർ. താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ തങ്കമ്മ കാരണം, ഒന്നും അറിയാതെ അല്ല. ACP കൃഷ്ണ സാറിന്റെ അടുത്ത് ഞാൻ കുടുങ്ങാൻ കാരണമായത് എല്ലാം മനസ്സിലായി കാണുമല്ലോ തങ്കമ്മ. എന്തെങ്കിലും ചെയ്ത് ആ ACPയുടെ കയ്യിൽ നിന്ന് പെൻഡ്രൈവ് ആ മാന്ത്രിക ജാലത്താൽ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ എത്ര ലക്ഷം വേണമെങ്കിലും എക്സായിട്ട് ഞാൻ തരാം. ആ കൃഷ്ണയുടെ കയ്യിൽ 100 കോപ്പിയല്ല 1000 കോപ്പി ഉണ്ടെങ്കിലും ഞാൻ ഏറ്റു. അത് മാജിക് കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഹിപ്നോട്ടിസ് ആണ് വേണ്ടത്. അവനെ ഗാഠനിദ്രയിലേക്ക് കൊണ്ടുപോയി അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഫസ്റ്റ് അവന്റെ പെൻഡ്രൈവിൽ നിന്ന്, നെക്സ്റ്റ് അവന്റെ കമ്പ്യൂട്ടറിൽ നിന്ന്, അവസാനം അവന്റെ തലച്ചോറിൽ നിന്നും ഫയൽ ഡിലീറ്റ് ചെയ്യണം. എന്റെ തങ്കമ്മ, ഇയാള് സൂപ്പറാണ് കേട്ടാ. നിങ്ങൾ തന്ന ചെക്കിൽ ഒരു 0 കൂടി ആഡ് ചെയ്യാം. തീർച്ചയായും തങ്കമ്മ. പറ്റിക്കാൻ നോക്കിയാൽ 2 0 ഞാൻ ആഡ് ചെയ്യും. ഇതൊക്കെ എങ്ങനെയാ തങ്കമ്മ? ലോജിക്ക് നോക്കാതെ മാജിക് എൻജോയ് ചെയ്യേ. എന്നാ ഒന്ന് കണ്ടു കളയാലോ. ആ കൃഷ്ണയെ ബാറിൽ കൂട്ടിക്കൊണ്ടുപോയി പ്രതിമയാക്കി പെൻഡ്രൈവ് അടിച്ചു മാറ്റാം. കൊള്ളാലോ കുട്ടിത്തേവെങ്കെ. കാണാം ആരെയാ മാജിക് കുടിക്കാൻ പോകുന്നത്. ആ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗ്ലാസും ബോട്ടിലും ഒന്നും തന്നെ കാണുന്നില്ലല്ലോ. മദ്യപിക്കാൻ ഗ്ലാസിന്റെ ആവശ്യമില്ല. ചിയേഴ്സ് പറയൂ. തങ്കമ്മ. നീ മണിയിലേക്ക് തന്നെ നോക്കുക.
ഞാൻ നിങ്ങൾ ആട്ടുന്നതാ കാണുന്നത്. ഈ മണി ആടുന്നത് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ ശബ്ദം എങ്ങനെ ഇരിക്കുന്നു? കേൾക്കാൻ തന്നെ നല്ല രസമാണ്. എന്തിനു രസിക്കുന്നു ഈ ചെറിയ സൗണ്ടിന്? അതിരിക്കട്ടെ, നീ ഹിപ്നോട്ടിസത്തിൽ മയങ്ങിപ്പോയോ? മയക്കത്തിലാണ് ബേബി. നീ പറയുന്നത് സത്യമാണെങ്കിൽ എനിക്കൊരു 100 രൂപ തന്നാട്ടെ. അതെന്താ തന്റെ പോക്കറ്റിലില്ലേ? വൃത്തികെട്ടവനെ, നീ ഹിപ്നോട്ടിസത്തിൽ മയങ്ങിയിരുന്നെങ്കിൽ നിന്റെ പോക്കറ്റിൽ ഇല്ല എന്ന് എന്നോട് ചോദിക്കുമായിരുന്നോ? നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ പെൻഡ്രൈവ് എനിക്ക് താ. അത് പശുപതിരെ തരാൻ പറ്റില്ല. പശുപതി നേരിട്ട് വന്നാ തരൂ. തരാലോ. എങ്കിൽ നീ അനങ്ങാതിരിക്കെ, നിന്നെ ഞാൻ ഫ്രീസ് ചെയ്യാം. ഫ്രിഡ്ജ് അല്ലടോ, ഫ്രീസ്. ഓ, ഫ്രീസ് ആയിരിക്കല്ലേ? അതെ, സത്യമായിട്ടും ആയല്ലോ. എന്ന് അങ്ങനെ ഇരിക്കെ, അങ്ങനെ തന്നെ ഇരിക്കെ. കൃഷ്ണ കൃഷ്ണ, ഇവനെ ശല്യം ചെയ്യരുത്. അയാളിപ്പോ ഒരു വലിയ പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനാ? ഇവിടെ തന്നെ നിന്നോണ്ട് അങ്ങനെ കാണാൻ പറ്റുമോ? മാജിക് സാർ, ഞാൻ സാമ്പാറിൽ ഉപ്പിട്ടത് കുറച്ച് കൂടിപ്പോയി. നിങ്ങൾ എന്തെങ്കിലും ഒരു മാജിക് കാണിച്ച് അതെങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തരുമോ? അടിപൊളിയാണല്ലോ. ഹിപ്നോട്ടിസത്തിലൂടെ എന്റെ അടിമയാക്കണം. എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് ചെയ്തു തരത്തില്ലേ? അതിനല്ല ഞാനുള്ളത്. 30 വർഷമായിട്ട് എനിക്ക് ഇതല്ല പണി. ആബ്രാകഡാബ്ര, തേങ്ങ. നീ എന്നെ തന്നെ നോക്ക്, എന്നെ നോക്ക്. ഞാൻ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നിനക്ക് ഞാൻ ചെയ്തല്ലേ. ഗോ ബാക്ക്, അനങ്ങാതെ നിക്ക്. പാലിൽ മുക്കിയ കൊഴുക്കട്ടെ, എന്റെ മണിയാടുന്നത് സൂക്ഷിച്ചു നോക്കൂ. നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാം. നിന്റെ മാതളപ്പഴ ചുണ്ടുകൊണ്ട് എനിക്കൊരു ഉമ്മ തരും. അതും ചെയ്യാം. എന്തിനിത്ര താമസം? ഇതളേ ഇതളേ തേൻ വേണം. ഞാൻ തരട്ടെ. നീ എന്തിനാ ഇടയിൽ കയറുന്നത്? ഉമ്മ അവള് തരുന്നതിന് നിനക്കെന്ന നഷ്ടം. മാറി നിൽക്കേ. നീ എവിടെ പോകുന്നു? പോകുന്നു എന്നും പറഞ്ഞു പോവാ. നീ എവിടെയും പോടാ, ഇങ്ങോട്ട് വാ. വന്നു കഴിഞ്ഞു തന്നെ അല്ലടാ വിളിച്ചത് പണ്ടാറടങ്ങാനായിട്ട്. അവളുടെ അടുത്ത് ഒരു ഉമ്മ കിട്ടാൻ വേണ്ടി ഞാൻ ഇവരുടെ അടുത്ത് യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ. ഗോ ബാക്ക്, സ്റ്റാൻഡിങ്, ഫ്രീസ്, ഫ്രീസ്. മോളെന്റെ കൂടെ വാ. ഫ്രീസ് എന്ന് പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ അനങ്ങരുതെന്ന്. മയക്കത്തിലാണെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അയ്യോ, ഈയിടെ പെണ്ണെ, ഇവന്റെ മുമ്പിൽ വെച്ച് ഒന്നും നടക്കില്ല. നീ വാ മോളെ, ഇവിടെ നിൽക്കേ. മോളെ ഇവിടെ നിൽക്കേ. എന്തിനാ ഇവിടെ രണ്ടുപേരും നിൽക്കുന്നത്? സാമ്പാറിൽ ഉപ്പ് കുറഞ്ഞായിരുന്നോ? ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരിയല്ലേ? പൊന്നുമോളെ, ഞാൻ ചോദിച്ച ഉമ്മ നീ എനിക്ക് തരില്ലേ? എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നത്? ഞാൻ തരാൻ റെഡിയല്ലേ. നീ അതേ റൊമാൻറ്റിക് മൂഡിൽ നിൽക്ക, ഞാനും അതുപോലെ നിൽക്കാം. നീ എന്തിനാ അവിടെ നിൽക്കുന്ന? ആ കൊഴുക്കട്ടെ അവിടെ. സർ, ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് സാറേ ഞാൻ ആൾക്കാരെ പറ്റിക്കുന്നത്. ദയവായി നിങ്ങളുടെ ജയിൽ അഴിക്കുള്ളിൽ എന്നെ വിട്ടേക്കല്ലേ സാറേ. തന്നോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ആ തേങ്ങ കൊത്തല്ലേ? ഞാൻ ചെയ്യാം സാർ, ഞാൻ ചെയ്തിരിക്കും. ഐ വിൽ ഡു. ഇപ്പോ പശുപതി നമ്മളെന്തിനാ ഹിപ്നോട്ടിസം ചെയ്യുന്നത്? അയാളുടെ കയ്യിൽ സുജാതയുടെ വീഡിയോ ഉണ്ടല്ലോ, അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അത് നീ എനിക്ക് എടുത്തു തരണം. അതാ പെൻഡ്രൈവിൽ ഉണ്ടല്ലോ. ഇതാണോ? ഇത് ഒരു എംടിയാ. ഒറിജിനൽ എവിടെ ഇരിക്കുന്ന അവന് മാത്രമേ. അങ്ങനെയാണോ? അത് എന്റെ ഉണ്ടെങ്കിൽ പിന്നെ നിന്നെ പോലുള്ള ജോക്കറിനോടൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോടാ? ഈ സമയം കൊണ്ട് തന്നെ അവനെ തല്ലി ചതച്ചിട്ടാണെങ്കിൽ അവന്റെ വായ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിച്ചെന്നെ. ശരി, ഇവിടെ നിൽക്ക്. ഞാൻ വീഴ്ചയിലടിക്കുമ്പോ നീ ഇവിടെ ജോക്കർ. ഐ ലവ് യു. പെൻഡ്രൈവ് കൊണ്ടുവന്നായിരുന്നോ? ചുമ്മാ വായ്ത്താളം അടിക്കാൻ വളരെ എളുപ്പമാണ്. പെൻഡ്രൈവ് എടുക്കാനേ അത്ര വലിയ ഈസി കാര്യമല്ല. ഫംഗ്ഷൻ എല്ലാം തീരാറായി. ഫേസ്ബുക്കിൽ ഫോട്ടോയും വന്നു കഴിഞ്ഞു. ചേട്ടാ, ഈ മാജിക്കാരന്റെ വാക്ക് ചേട്ടൻ വേണമെങ്കിൽ വിശ്വസിച്ചോ, പക്ഷെ എനിക്ക് ഇയാളെ വിശ്വാസമൊന്നുമില്ല. ഇയാളെ ഹിപ്നോയിസ് എന്നൊക്കെ പറയുന്നത് ചുമ്മാതെ ഹിപ്നോട്ടിസം ഒന്നും പറയാൻ അറിയില്ല. ഹിപ്നോട്ടിസത്തെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു. ഞങ്ങൾക്കറിയില്ല, നീ ഒന്ന് കാണിച്ചതാ. തന്നെത്താൻ കുഴി തോണ്ടുക, അവനവന്റെ കുഴി അവനവൻ തോണ്ടുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെല്ലാം ബാങ്കോക്കിൽ കൊണ്ടുപോയി പെണ്ണുങ്ങളെ കൊണ്ട് മസാജ് ചെയ്യുക. മസാജ്. ആർ യു റെഡി? ഐ ആം ഓൾ റെഡി. താനെന്തിനാ മണിയാട്ടുന്നത്?
ഈ ആട്ടലുണ്ടാവുന്ന ഞങ്ങൾ വാങ്ങില്ല. ഓവറായിട്ട് സംസാരിക്കരുത്. ബാങ്കോക്കിൽ കൊണ്ടുപോകില്ല നിന്നെ. പാതി വഴിയിൽ ഇറക്കി വിടും ഞാൻ. ഒന്നും മിണ്ടായിരുന്നു, സാറ് പറഞ്ഞോട്ടെ. ഇപ്പൊ നിങ്ങൾ 2 കണ്ണുകളും അടച്ച് പതുക്കെ പതുക്കെ ഗാഠമായ നിദ്രയിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങളുടെ മുന്നിൽ വിശാലമായ ഒരു സമുദ്രം. 2 പീസ് അണിഞ്ഞു വരുന്ന പെണ്ണുങ്ങളോടൊപ്പം മണൽ തീരത്ത് കിടന്ന് പന്നികളെ പോലെ ഉരുളുകയാണ്. എല്ലാവരും മയക്കി കിടത്തിക്കാൻ തോന്നല്ലോ. എന്തുപറ്റി MLA ബാങ്കോക്കിലേക്കൊന്നും പോകുന്നില്ലേ? എല്ലാം ജ്ഞാനദൃഷ്ടിയിൽ കാണുമെന്ന് തോന്നുന്നു. പശുപതി ചേട്ടാ, നിങ്ങൾ ബാങ്കോക്കിൽ പോയില്ലേ? സുജുവിന്റെ അടുത്ത് സുജാത അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നല്ലോ. വട്ടാ എനിക്ക് ജീവന 20 years ബാക്കിലേക്ക്. ഓ, അപ്പൊ ആ വീഡിയോ ആരെടുത്തതാ? വേറെ ആരെടുക്കാനാ? എനിക്ക് ഞാൻ തന്നെ അല്ലേ പാരാ. ഓ, അതിരിക്കട്ടെ, ആ വീഡിയോ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതിന്റെ പാസ്വേഡ് എന്താണ്? പാസ്വേഡ് എന്റെ കൈവിരലല്ലേ. സൂപ്പർ. ആ കൈ ഒന്ന് നീട്ടിയേ. എപ്പ വെച്ചെന്ന് ചോദിച്ചാ മതി. എവിടെ കൊണ്ടുപോകുന്നു? ഇതും കൊണ്ട് പോയാ ഇവൻ എന്നെ കൊന്നുകളയും. കൊണ്ടുപോലെ ഇങ്ങ് തന്നേക്ക്. ഒന്ന് പോടാ. തേങ്ങ കൊത്ത്. എടാ, എല്ലാവരും ബാങ്കോക്കിൽ നിന്ന് തിരിച്ചു വാടാ. എല്ലാരും വന്നല്ലോ. വന്നാട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ചേട്ടാ, ചേട്ടന്റെ ഫോൺ കയ്യിലുണ്ടോ നോക്കി. അതെടാ, എന്റെ ഫോൺ കാണുന്നില്ല. ചേട്ടാ, ഈ മന്ത്രവാദി ആ പോലീസുകാരനോട് ചേർന്നാ ഫോൺ അടിച്ചു മാറ്റിയത്. എടാ, നീ ബാങ്കോക്കിൽ പോയില്ലേ? വടുതലയുള്ള ലക്ഷ്മിയുടെ വീട്ടിലോട്ടാ പോയത്. തങ്കമ്മ, നിനക്ക് 5 മിനിറ്റ് സമയം ഞാൻ തരാം. എന്റെ സെൽഫോൺ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂളടാ. ഇത് കണ്ടോടാ മണി. ഈ മണി നിന്റെ വായ്ക്കുള്ളിലേക്ക് തള്ളിക്കയറ്റി വിഴുങ്ങിയിട്ട് നിന്നെ കൊന്നുകളയും ഞാൻ. എനിക്കൊന്ന് ആലോചിക്കാൻ സമയം എന്താ? സാറേ, സാറിന്റെ മൊബൈല്. എടോ, ഇതെന്റെ മൊബൈൽ അല്ല. ആരുടെങ്കിലും ആയിക്കോട്ടെ, തൽക്കാലം യൂസ് ചെയ്യാലോ. ഞാൻ എന്താ ഫോൺ റിപ്പയറിന് കൊടുത്താണോ വേറെ മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടി? എന്റെ ഫോൺ എനിക്ക് വേണമെന്നാ. അയ്യോ, എന്തിരീ കൊച്ചി ഇതില് വിളിക്കണേ? ഹലോ അച്ഛൻ, ഞാൻ സിന്ധുവ സംസാരിക്കുന്ന. സുഖമല്ലേ അച്ഛാ? ഫംഗ്ഷൻ നല്ല രസമായിരുന്നു. ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ അനിയാ, ആ ശാസ്ത്രിയുടെ ഫോൺ ACPയുടെ കയ്യിലുണ്ടായിരുന്നു. ശാസ്ത്രി ജീവനോടുണ്ടെന്ന് ആ പെണ്ണിനെ അവൻ ധരിപ്പിച്ചിട്ട് പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുക. ഇത് വെച്ച് നമുക്കൊരു പണി അങ്ങ് കൊടുത്താലെന്താ? നീ കൊന്ന ആ വീഡിയോ ശാസ്ത്രിയുടെ സെല്ലിൽ ഉണ്ടായിരുന്നെങ്കിലേ എപ്പോഴേ നമ്മളെ അറസ്റ്റ് ചെയ്തേനെ അവൻ. നമ്മൾ രണ്ടുപേരും ഫുൾ സേഫാ, സന്തോഷമായിട്ട് ഇരുന്നോ. എന്തിന് നാണാണോ? അടുത്ത് സുജു ഉണ്ടല്ലേ? അവളെന്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെയല്ലേ ഭാഗ്യം എന്നെ തേടി വരുന്നത്. യെസ് ബ്രദർ, ഷീസ് അവർ ലക്ക്. നോക്കിക്കോ. അച്ഛാ, ഫോട്ടോസ് കണ്ടായിരുന്നോ? മോളെ, നീ വിചാരിച്ച ആളല്ല സംസാരിക്കുന്നേ. MLA പശുപതിയാണെന്നേ. ഫോൺ നിന്റെ അച്ഛന്റെ കയ്യിലല്ലായിരുന്നു, ACP കൃഷ്ണന്റെ കയ്യിലായിരുന്നു. അതായത് ഇതുവരെ നിന്നോട് സംസാരിച്ചത് നിന്റെ അച്ഛനൊന്നും അല്ല, ACP കൃഷ്ണയാ. കൃഷ്ണനാണ് നിനക്ക് പണി തന്നത്. എന്ന് വെച്ചാ നിന്റെ അച്ഛൻ ജീവനോട് ഇല്ല എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് ഇന്ന ഈ സെല്ല് പിടിച്ചേ. ചത്ത കിളിക്ക് എന്തിനാ കൂടെ? ഈ ഫോൺ നീ തന്നെ വെച്ചു. എന്തുവാണേ നോക്കി നിൽക്കുന്നേ? സാധനങ്ങളൊക്കെ എടുക്കുന്നേ. നല്ല ചടങ്ങ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ദോഷകാര്യം നടന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ടാറ്റ, സീ യു, ബൈ ബൈ. എന്റെ അച്ഛൻ എവിടെയാ? എവിടെയാന്നാ ചോദിച്ചേ? ഇത്രയും നാൾ എന്നോട് പറയാതെ എന്തിനാ മറച്ചേ? പറ, എന്റെ അച്ഛനെ നിങ്ങൾ എന്താ ചെയ്ത്? അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് കൊന്നോ നിങ്ങള്? എന്താ ചെയ്ത നിങ്ങള്?
കൃഷ്ണ, അച്ഛൻ എന്താ പറ്റിയേ? അച്ഛൻ എന്താ ഇങ്ങനെ? കൃഷ്ണ പറ പ്ലീസ്. അച്ഛനൊന്നുമില്ല സിന്ധു. അന്ന് നിന്റെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് വരുത്തിയത് അറസ്റ്റ് ചെയ്യാനല്ല, അദ്ദേഹം നിരപരാധിയും തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ പോലീസ് എത്തി. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഒരു ആപത്തിൽപ്പെട്ട് ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. ആരാണ് അദ്ദേഹത്തെ അങ്ങനെ ചെയ്തതെന്നറിയില്ല. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റിരുന്ന അദ്ദേഹത്തെ ഞാനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ശാസ്ത്രി സാർ, ഒന്ന് വേഗം കൊണ്ടോ. ഡോക്ടർ, ഇപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ക്രിട്ടിക്കൽ പൊസിഷനിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ കാര്യം നിന്നോട് പറയാൻ വന്നപ്പോൾ സിന്ധു. എന്റെ അച്ഛൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെന്ന് വെച്ചോ, ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യും. അതിന് കാരണം നിങ്ങളായിരിക്കും, ഓർത്തോ? അന്ന് നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. കോമയിൽ കിടക്കുന്ന നിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു. ഈ അടുത്ത് അമേരിക്കയിൽ നിന്നൊരു ഡോക്ടർ വരുത്തി അദ്ദേഹത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. ഗുഡ് ന്യൂസ്, 10 ദിവസം കൊണ്ട് അദ്ദേഹം നോർമൽ കണ്ടീഷനിൽ. താങ്ക് ഗോഡ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഓക്കെ. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിനക്കിത് അച്ഛനുണ്ടാവില്ലായിരുന്നു. അദ്ദേഹം നിരപരാധിയെന്ന് സ്ഥാപിച്ചെടുക്കാൻ എനിക്കിത് സാക്ഷി ഉണ്ടാവായിരുന്നില്ല. എനിക്ക് വേണമെങ്കിൽ നിന്നോട് നേരത്തെ പറയാമായിരുന്നു. എന്നാൽ അദ്ദേഹം രക്ഷപ്പെടില്ലെന്നുള്ള ടെൻഷനിൽ നിന്റെ സമാധാനം നഷ്ടപ്പെടുമെന്ന് കരുതി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സെൽഫോണിൽ നിന്നും അദ്ദേഹം അയക്കുന്ന പോലെ ഞാൻ തന്നെ മെസ്സേജ് അയച്ച് നിന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇനി നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ അച്ഛൻ നാളെ തന്നെ പൂർവ്വസ്ഥിതിയിലാവും. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകൾ വെച്ച് പശുപതിയെയും മഹേന്ദ്രമണിയെയും ജയിലിലേക്ക് അയക്കുന്നുള്ളത് ഉറപ്പാണ്. സിന്ധു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം ചെയ്തതല്ല. നീ എന്നെ വെറുത്താലും ഞാൻ ഇതൊക്കെ ചെയ്തേനെ. നിന്റെ അച്ഛനെ ഞാനിപ്പോൾ രക്ഷപ്പെടുത്തി. 2 ദിവസം കഴിഞ്ഞ് നിരപരാധിയാണെന്നും തെളിയിക്കും. മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അച്ഛനിപ്പോ ആരോഗ്യത്തോടെ തിരിച്ചു വന്നതും ഞങ്ങളെല്ലാം ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നതിനും കാരണം ഇദ്ദേഹം. അച്ഛാ, മോനെ, ഇതിനൊക്കെയുള്ള നന്ദി എങ്ങനെയാ വീട്ടാ? സാർ, അതിന്റെ ആവശ്യമൊന്നുമില്ല. മഹേന്ദ്രമാണ് നിങ്ങളുടെ ഫ്രണ്ടിനെ കൊല്ലുന്ന വീഡിയോ നിങ്ങൾ എടുത്തില്ലായിരുന്നോ? ആ വീഡിയോ എനിക്കിത് വേണം. അതെവിടെയാ വെച്ചിരിക്കുന്നെന്ന് പറയും. അതെവിടെയാണെന്ന് ചോദിച്ചാ ഓ, താങ്ക് യു സാർ. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടേ. 1 രൂപയുടെ പെൺഡ്രൈവിന് വേണ്ടി എത്ര ലക്ഷം രൂപ എന്നെ കൊണ്ട് ചെലവാക്കിച്ചത്. അതുകൊണ്ടാണല്ലോ ശാസ്ത്രി ഒളിപ്പിച്ചു വെച്ച വീഡിയോ എന്റെ അനുജന്റെ കയ്യിൽ തന്നെ കിട്ടിയത്. വിഷമം അങ്ങ് മാറി കിട്ടി.
എന്താ സാറേ ആലോചിക്കുന്നേ? ഇനി എന്തിനാ ഫോണ് ഇങ്ങ് തന്നേരുന്നേ. അത് ചുമ്മാ ഒന്നും ഓണാവില്ലെന്നേ. കാരണം അതിന്റെ പാസ്വേഡ് എന്റെ തമ്പാണ്. അത് വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് തന്നേക്കുന്നേ. തരാനല്ലേ പറഞ്ഞേ? ആദ്യം ഫോൺ എടുക്കുക. ആ മഹേന്ദ്രമണി ആയിരിക്കും വിളിക്കുന്നത്. How did you guess, ACP? മിണ്ടാതെ ഫോൺ എടുത്ത് സംസാരിക്കണം. എന്റെ അനുജനാ, എന്റെ ചോരയാ സാറാ ഇത്. എന്താ അനിയാ? എടോ 10 മിനിറ്റിനുള്ളിൽ താൻ ഇവിടെ എത്തിയിരിക്കണം. താനായിട്ട് വരികയാണെങ്കിൽ കയ്യോ കാലോ എടുത്തിട്ട് ജീവനോടെ വിട്ടേക്കാം. ഈ നമ്പർ മാറി സംസാരിക്കുന്നത് നിനക്ക് എപ്പോഴും ഉള്ളത്. നീ ആരോടെ പറയുന്നത്? ഇത് പശുപതിയുടെ നമ്പറാ. പശുപതി, നിന്നെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. എന്റെ ഭാര്യയോട് തോന്നി ദിവസം കാണിക്കുന്നു. സെൽഫി നമ്പർ 74. വായിൽ തള്ളിയിരിക്കും. എവിടെയാണോ? ഇനി ഞാൻ അങ്ങോട്ട് വരണോ? ഇങ്ങനെ ചൂടാക്കാതെ അനിയ, ഞാൻ തന്നെ അങ്ങോട്ട് വരാന്നേ. മോനെ തനിക്കൊന്നും പറയാനില്ലേ? ആവശ്യമില്ലാത്തൊക്കെ ചെയ്തു വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നു. അനിയ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ വിളിച്ച അരിഞ്ഞു കളയുന്നുണ്ട് നാവ്. അനിയ അനിയാന്നും വിളിച്ച എന്റെ ഭാര്യയെയും വളച്ചെടുത്തിട്ട് ആ ജേർണലിസ്റ്റിനെയും ആർടി ഓഫീസറെയും എന്നെ കൊണ്ട് കൊല്ലിപ്പിച്ചു താൻ. നീ എന്താ എനിക്ക് ഫ്രീ ആയിട്ട് വല്ലതും കൊന്നു തന്നോ? നിന്നെ മേയറാക്കാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ? തന്റെ ഒരു അവതാരം എനിക്ക് വേണ്ടോ? എന്റെ ഭാര്യയുടെ അടുത്ത് മര്യാദ കാണിച്ച MLA ആണെങ്കിലും വെട്ടി നുറുക്കി പട്ടിക്ക് കൊടുക്കുന്ന നാട് മൊത്തം അറിയണം. നിന്റെ തലയർത്തായിരിക്കും ഞാൻ എന്റെ ഭാര്യയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അയക്കാം. ഇന്ന് സുജയുടെ ബർത്ത്ഡേയാ? ഓ, എന്തൊരു അവസ്ഥയാ. നൈറ്റ് ഫോൺ ചെയ്തപ്പോ വിഷയം അങ്ങ് മറന്നുപോയി. അറ്റ്ലീസ്റ്റ് മോർണിംഗ് ആണെങ്കിൽ കൂടെ ഞാൻ വിഷ് ചെയ്തേനെ. അല്ലെങ്കിൽ അവളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേക്ക് ഞാൻ അയച്ചേനെ. എന്താ എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? നിക്കാനിയാ, ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേട്ടെ. ആൾക്കാരെ അല്ല നീ കൊന്നപ്പോ നിന്നെ പവർ കൊണ്ട് ഞാനല്ലേ രക്ഷിച്ചേ. എന്നെ കൊല്ലാമോ നീയെ? മരം വെട്ടിയ തണൽ എവിടുന്നാ കിട്ടുന്നത്? ആലോചിക്കേ. താൻ എപ്പോഴാണോ എന്നെ രക്ഷിച്ചിരിക്കുന്നേ? തനിക്ക് വേണ്ടി ചെയ്തൊക്കെ കുറവാടോ. താനറിയാതെ 40 പേരെ കൊന്നിട്ടുണ്ട് ഞാൻ. അതിൽ SI, ലോയർ, പിന്നെ ജഡ്ജി പോലും ഉണ്ടോ. അതൊക്കെ ഇവിടുത്തെ തൊഴുത്തിലെ എരുമകൾക്ക് പോലും അറിയാം. നീ ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ എരുമയോട് എന്തിനാ ചോദിക്കുന്നത്? കഴുതേ. അനിയന്മാരെ, ഇവനെ ഒന്ന് ഇളക്കിയപ്പോ എടുത്തു ചാടി ഓൾ ലാംഗ്വേജിൽ ഓൾ ക്യാമറയിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ട ക്യാമറ? അത് ഹെലികോപ്റ്റർ അല്ല, ക്യാമറയാ. വണ്ടിയുടെ ലൈറ്റ് അല്ല. ഇനി വേഗം വന്ന് അറസ്റ്റ് ചെയ്യൂ. കമോൺ. ഇവനും ആ പോലീസുകാരൻ ചേർന്ന് നമ്മളെ ചതിക്കായിരുന്നു. വെട്ടി നൂർക്കടാ അവനെ. എന്റെ അയ്യപ്പ, അയ്യോ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. നമ്മുടെ ഹീറോ ഇതാ വീണ്ടും എത്തിക്കഴിഞ്ഞു. Everybody watching, he's one of a kind creation. He's coming like a Bangaram. He is our Babu Bangaram. എടോ,
കൊറേ കാലായിട്ട് സഹിക്കാൻ ഞാൻ. നിന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം നിന്നിട്ട് മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. അതാ നിനക്ക് നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ ഇട്ട്. അയ്യോ ക്ലൈമാക്സിൽ പോലും വില്ലനായിട്ട് സംസാരിക്കുന്ന പഴയ സ്റ്റൈലടാ. പുതിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചപ്പോ ആ മോഡ് തന്നെ സ്പോയിൽ ചെയ്തോടാ. ഒരു വില്ലൻ മറ്റൊരു വില്ലനെ കൊന്നുകളയുന്ന സമയത്ത് ഹീറോ ഒന്ന് രക്ഷപ്പെടുന്ന ഒരു സ്റ്റൈലടാ. ഏയ് നിന്റെ ഒരു മർഡർ തെളിയിക്കാൻ സ്കെച്ച് ഇട്ടപ്പോ നീ എന്താണ് നിന്റെ മുഴുവൻ ചരിത്രം ഇങ്ങനെ എഴുന്നള്ളിക്കുവാണോടാ? നല്ലൊരു ക്ലൈമാക്സിന് നീ അങ്ങനെ സീരിയസ് ആയി കളയടാ. ആ എല്ലാ കുഞ്ഞാളും വന്നിട്ട് എന്റെ പുറകെ വന്നിട്ടെ. നീ കൽപ്പിച്ചോടുന്നനുസരിക്കാൻ ഞാൻ നിന്റെ കീഴുദ്യോഗസ്ഥനല്ല, റൗഡിയാ. നീ കത്തി പിടിക്കുന്ന കശാപ്പുകാരനാ, ഞാൻ കാക്കി ധരിച്ച പോലീസുകാരനും. നിന്നെ പോലുള്ള ആൾക്കാരുടെ തോലുരിക്കലടാ എന്റെ പണി. ഒരു കൈ നോക്കാവടാ. അയ്യോ എന്നോട് ക്ഷമിക്കണേ. ഹരഹരോ ഹര. താഴവാ പാവം പഞ്ചറ. വാ 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 വാ. അയ്യോ അയ്യോ. എടി സുജയ്, നീ ഓൺലൈനിൽ ഉണ്ടായിട്ട് പോലും വാട്സപ്പിൽ എന്താ ഒന്ന് റിപ്ലൈ ചെയ്യാത്തെ? എന്റെ കെട്ടിയോനെ പോലീസ് ഇപ്പൊ പിടികൂടി. നമുക്ക് മാലിയിലേക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യടി, അടിച്ചു പൊളിക്കാം നമുക്ക് അവിടെ പോയി. എന്ത് പറയുന്നു നീ? എന്താ കേക്ക് കട്ട് ചെയ്യാൻ പോവാ? ഞാനും വരാം. നീ എന്താ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പുരക്കി തീ പിടിക്കുമ്പോഴേ വാഴ വെട്ടാൻ നോക്കരുത് കേട്ടാ. തനിക്കത് വേണോ? മംഗളം നേരുന്നു ഞാൻ മനസ്സിനിൽ. അല്ല ബാബുജി, എന്താ ഇത് ഓറഞ്ച് കൊണ്ട കലങ്കാരം? ചങ്കേ, നമ്മൾ കഴിക്കുന്ന ഓറഞ്ചിലൊക്കെ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടാവും ദൈവം. അതുപോലെ തന്നെയാ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരും തലയിൽ എഴുതിയിട്ടുണ്ടാവുക. തുടക്കം തൊട്ട് തന്നെ നീ എന്റെ മുറപ്പെണ്ണിന് നിന്റെ മുറപ്പെണ്ണാന്നും എന്റെ കല്യാണം നിന്റെ കല്യാണമാണെന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായില്ല മരമണ്ടൻ. സോറി ബാബുജി, ഞാൻ എല്ലാവരുടെ കാര്യത്തിലും അലിവ് കാണിച്ചു. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഇപ്പൊ ഞാൻ അലിവ് കാണിക്കാൻ പോതാ ബാബുജി. നീ എന്റെ ചങ്ക് തന്നെ. ഇന്ന് നിന്റെ ആദ്യ രാത്രിയല്ലേ ചങ്കേ? സമയം കളയണ്ട, ഗോളടിച്ച് തുടങ്ങിക്കോ. എല്ലാവരും പോയേ.